ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശശികല മാതാജി, ഹരേ കൃഷ്ണ അപർണ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസ് മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പിന്നെ നമ്മള് അതുപോലെ നാളെ അഡ്വാൻസ്ഡ് എല്ലാവർക്കും നരസിംഹ ചതുർദശി ആശംസകൾ. അപ്പൊ നാളെയാണ് നരസിംഹ ഭഗവാൻ അവതരിച്ച ദിവസം, നാളെ ത്രിസന്ധിക്ക്. അപ്പോൾ ഫിസിക്കൽ സത്സംഗങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കൂടാൻ പറ്റുന്നവർക്ക് തന്നെ ഭാഗ്യം ചെയ്തവര് നമുക്ക് പറയാം. പിന്നെ നാളെ ഫാസ്റ്റിംഗ് ആണ്. രാവിലെ നമ്മള് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞ് കുളിക്കുന്നതിന് മുൻപേ വെള്ളം കുടിച്ചിട്ട് പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ത്രിസന്ധ്യയ്ക്ക് ശേഷം അവതാര സമയം കഴിഞ്ഞ് അതിന്റെ പൂജയും ആരതിയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണം ഏകാദശി പ്രസാദം. അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത് ബ്രേക്ക് ചെയ്യാം. ഏകാദശി പ്രസാദാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഒരുപാട് തവണ എല്ലാവർക്കും അറിയാവുന്ന ലീലകളാണ് നരസിംഹ അവതാരം. നരസിംഹ ഭഗവാൻ ഒരു ഒരു ഭക്തന് വേണ്ടിയിട്ട്, ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ വലിയ സാത്വിക ഗുണമുള്ളവരാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തെങ്കിലും നാലും മൂന്നും എഴുന്ന് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മളൊക്കെ ഓരോന്ന് പറയും. പക്ഷെ അതൊരു അസുര കുലത്തിലാണ് ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ആള് ജനിച്ചതെന്ന് പറഞ്ഞു അല്ലെ. അസുരനായ പിതാവ്, അസുരനായ മാതാവ്, അങ്ങനെ അസുര കുലത്തിൽ പിറന്നിട്ടും ആ ഒരു ഗർഭ സംസ്കാരം എന്ന് പറയുന്നത് അത് കിട്ടി. അതുപോലെ തന്നെ ആ വൈഷ്ണവ അസോസിയേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഒരു ഗുരുവിനെ ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഭഗവാൻ പോലും അദ്ദേഹത്തിന്റെ അടിമപ്പെട്ടത്. ആ ഒരു കുട്ടി, കൊച്ചു കുട്ടിയാണ്, 5 വയസ്സുള്ളപ്പോഴാണ് ഈ ഇതുപോലെ നരസിംഹ ഭഗവാൻ അവതരിച്ചത് അല്ലെ. അപ്പൊ ഏതൊരു സാഹചര്യങ്ങളും നമ്മൾ ഭൗതികമായിട്ടുള്ള ഏതൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഭഗവാനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു അവതാരം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഏതെല്ലാം ലോക്ക് ചെയ്തല്ലേ, അകത്തും പുറത്തും വെച്ചിട്ട് പാടില്ല. പിന്നെന്താണ്, ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ പാടില്ല. ദേവനോ അസുരനോ ഗന്ധർവനോ കിന്നരന്മാരോ മനുഷ്യരോ, അതുപോലെ തന്നെ ആരുടെയും മകനായിട്ട് അല്ലെങ്കിൽ ആം, ഒരു ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ കൂടെ ജനിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും വധിക്കാൻ സാധിക്കത്തില്ല. പിന്നെ എന്താണ്, ആകാശത്തോ ഭൂമിയിലോ പാതാളത്തോ, അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടീഷൻ. ആ കണ്ടീഷനൊക്കെ ആ, ഭൗതിക ലോകത്ത് ഒരാൾക്കും തന്നെ തകർക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ ആ കണ്ടീഷൻസിനെ എല്ലാം തകർത്തു അല്ലെ. ത്രിസന്ധിക്കാണ് അവതരിച്ചത്. അപ്പം രാവുമല്ല പകലുമല്ല, പിന്നെ മനുഷ്യനോ മൃഗമോ അല്ല, അപ്പം പകുതി മനുഷ്യനും പകുതി മൃഗവും. പിന്നെ അകത്തും പുറത്തുമല്ല, ഉമ്മറപ്പടിയിൽ വെച്ചിട്ടാണ് വധിച്ചത്. പിന്നെ എന്താണ് ചെയ്തത്, പിന്നെ ആകാശത്തോ ഭൂമിയിലോ പാതാളത്തോ വെച്ചിട്ട് വധിക്കാൻ പാടില്ല എന്ന് വെച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ചിട്ടാണ് ആ ഇത് ഇത് കാര്യം ചെയ്യുന്നത്. പിന്നെ അടുത്തത്, പിന്നീട് ഒരു സമയം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എന്തായിരുന്നു, അതായത് ഏതെങ്കിലും ഈ 12 മാസങ്ങളിൽ വെച്ചിട്ടായിരിക്കരുത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പുരുഷോത്തമ മാസം എന്ന് പറയുന്ന ഒരു മാസമുണ്ട്, 13ാമത്തെ മാസം. അത് ഏകദേശം 3 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. വൈഷ്ണവരെല്ലാം ആഘോഷിക്കുന്ന മാസമാണ്, അതിമാസം എന്ന് പറയും. അപ്പൊ ആ ഒരു മാസത്തിൽ വെച്ചിട്ടാണ്. അപ്പം ഈ ഭൗതികതയുടെ ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന് അതിനെല്ലാം വളരെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. പിന്നെ ഭഗവാന്റെ ഭക്തരെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പരമഭക്തരാണെങ്കിൽ അതിൽ ഭഗവാൻ അത് പൂർണ്ണമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ച് പാമ്പുകളുടെ കൂട്ടത്തിലേക്ക് ഇട്ടു. പിന്നെ വിഷപ്പാമ്പുകളുടെ കൂട്ടത്തിൽ, ഇപ്പൊ വിഷപ്പാമ്പുകളെ കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വന്ദിച്ചു പാമ്പുകൾക്ക് എന്താണ് ഈ ഉപദ്രവിക്കാനേ തോന്നിയില്ല. അതുപോലെ തന്നെ മതയാനകളുടെ അടുക്കിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ആനകൾ ചവിട്ടി കഴിഞ്ഞപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് പുഷ്പ സമാനമായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ എന്താണ്, കുന്നിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഓരോ സമയത്തും ഭഗവാൻ ഇങ്ങനെ താങ്ങുമായിരുന്നു. അതുപോലെ എന്താണ് പറയുന്നത്, നമുക്കറിയാം, സ്വന്തം അമ്മയെ കൊണ്ട് വിഷം കുടിപ്പിച്ചു. അത് ഭഗവാന്റെ പ്രസാദം അമൃത് പോലെ അദ്ദേഹം ആ കുട്ടി സേവിച്ചു, ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ അച്ഛൻ പെങ്ങളായ ഹോളിക
എന്ത് ചെയ്തു? മടിയിലിരുത്തി. ഹുളിക്ക് ഒരു വരദാനം കിട്ടിയിട്ടുണ്ട്. അതെന്തായിരുന്നു? അതിന് അഗ്നിസ്പർശനം ഏക്കില്ല എന്ന്, അഗ്നിയിൽ പൊള്ളില്ല എന്നുള്ള വരദാനം കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു വരദാനം എങ്ങനെ ഭഗവാൻ അത് കാറ്റിൽ പറത്തി? കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ വരദാനം ഉപയോഗിക്കാൻ പാടില്ല, മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മറ്റൊരാളെ വധിക്കണം എന്നുള്ള ഒരു ഇതോടുകൂടി തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു വരദാനം യൂസ് ചെയ്യാൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു? ആ ഹോളിക ദഹിച്ചു പോയി. പ്രഹ്ലാദനൊന്നും സംഭവിച്ചില്ല. പ്രഹ്ലാദൻ ഒരു മന്ദമാരുതനിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഈ കൊടിയ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. ഒന്നും സംഭവിച്ചില്ല. അവസാനം ആ, എല്ലാ ഇതിലും സഹികെട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം മകനെ വധിക്കാനായിട്ട് ഒരുങ്ങുവാണ് അല്ലേ? നിന്റെ ആ, വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അല്ലേ? അപ്പൊ അദ്ദേഹം ഈ സർവ്വ പ്രപഞ്ചങ്ങളിലും നിലനിൽക്കുന്നു, മണ്ണിലും വിണ്ണിലും തൂണിലും തുരമ്പിലും. അപ്പോൾ ഏത് തൂണിലാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നോക്കുമ്പം പ്രഹ്ലാദൻ ഭക്തന്റെ ദൃഷ്ടിയിൽ ഭഗവാനെ കാണുന്നു അല്ലേ? തൂണിൽ ഭഗവാൻ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഈ തൂണിൽ ഉണ്ടെന്ന് പറയുന്നു. ആ തൂണ് ഹിരണ്യകശിപു അടിച്ചു പൊട്ടിക്കുന്നു. അപ്പോൾ അവിടുന്ന് നരസിംഹമൂർത്തി ത്രിസന്ധ്യക്ക് മുൻപേ ആണ് ഈ പറയുന്ന പോലെ ഇത് വരുന്നത്, ഈ നരസിംഹ അവതാരം. അതിനുശേഷം യുദ്ധമൊക്കെ നടക്കുന്നു. വധിക്കുന്നത് ത്രിസന്ധ്യക്കാണ്. അപ്പൊ അങ്ങനെ തൂണ് പിളർന്ന് അതിരൂപത്തിൽ ഉഗ്ര നരസിംഹമൂർത്തി പ്രത്യക്ഷമാകുന്നു. പ്രത്യക്ഷമായി അവിടുന്ന് ഗർജനമാണ്. പിന്നെ എന്ത് ചെയ്തു? ജയവിജയന്മാർക്ക് ഭഗവാന്റെ കൂടെ അങ്ങനെ ലീലകൾക്കൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ജയവിജയന്മാരാണ് ഈ ഹിരണ്യാക്ഷന് ഹിരണ്യകശിപുമായിട്ട് വന്നത്. അപ്പൊ ഭഗവാന് അവർക്ക് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാനുമായിട്ട് അതിഘോരമായ യുദ്ധം ഭഗവാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കാം. ഭഗവാന് സുദർശനമൊക്കെ വിട്ടു കഴിഞ്ഞാലും ഇതെല്ലാം മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിട്ടു കഴിഞ്ഞാലൊക്കെ മാനേജ് ചെയ്യാമെങ്കിലും ഭഗവാൻ നേരിട്ട് വന്ന് ഭക്തന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്തു. അങ്ങനെ അവസാനം ഈ ത്രിസന്ധ്യ സമയം ആയപ്പോഴത്തേനും ഭഗവാൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിനെ കോരിയെടുത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്ന് എന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടത്തി അദ്ദേഹത്തിന്റെ കൊടൽമാലകളൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചു ചാർത്തി. ഇങ്ങനെ ആ ഒരു അതിഘോരമായ ഗർജനം, പ്രപഞ്ചം മുഴുവൻ നടുങ്ങി വിറച്ചു. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ ആ ഒരു വധം കഴിഞ്ഞു. ആ ജഡ എടുത്തിട്ട് ആ ജഡം വലിച്ച് എറിഞ്ഞിട്ട് വളരെ ക്രുദ്ധനായിട്ട് അദ്ദേഹം ആ ഒരു സിംഹാസനത്തിലിരുന്നു. അവിടുന്ന് അഗ്നി വർഷിക്കുന്നു. പ്രപഞ്ചങ്ങൾ മുഴുവനും അഗ്നിയിലാകുമെന്നുള്ള ഒരു പേടിയായി ശബ്ദം എല്ലായിടത്തും മുഖരിതമായി, അതിഘോരമായ ശബ്ദം. എല്ലാ ദേവന്മാരും അവിടെ ആ ഒരു സ്ഥലത്ത് അവതരിച്ചു. സർവ്വദേവന്മാരും ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും പേടിച്ചു. ബ്രഹ്മദേവൻ, നാരദ മഹർഷി, അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാദേവനും എല്ലാം ശ്രമിച്ചു. എല്ലാവരും ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ദേവി അവിടുത്തെ പതിയാണല്ലോ, പോയി ഒന്ന് സമാധാനിപ്പിക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞപ്പം, ഞാൻ എന്റെ പതി ഇത്രയും ക്രുദ്ധനായിട്ട് കണ്ടിട്ടില്ല, എനിക്ക് പോകാനായിട്ട് പേടിയാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രഹ്മദേവന്റെയും നാരദ മഹർഷിയൊക്കെ യുടെ ആ ഒരു പ്രേരണയാല് ഇദ്ദേഹത്തിനെ ശമിപ്പിക്കാനായിട്ട്, ശാന്തനാക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പരമ ഭക്തന് മാത്രമേ പറ്റുള്ളൂ, അദ്ദേഹത്തിന്റെ ഭക്തന് മാത്രം. അങ്ങനെ ഭക്തന്റെ അടുക്കൽ ഒരു മാലയും കൊടുത്ത് വിടുകയാണ് അല്ലെ? പക്ഷെ പ്രഹ്ലാദന് 5 വയസ്സുള്ള കുട്ടിയാണ്. ഇത്രയും ഘോര രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് പ്രഹ്ലാദന് കാര്യം ഒന്നും തന്നെ തോന്നിച്ചില്ല, ഒരു ഭയവും ഒന്നും തോന്നിച്ചില്ല. കാര്യം എന്താണ്? അദ്ദേഹം ഓരോ സമയത്തും വധിക്കാനായിട്ട് കടലിലേക്ക് വലിച്ചെറിയുമ്പോഴും ഇദ്ദേഹത്തിന് ഒന്നും തോന്നില്ല. കാര്യം ഏത് സമയത്തും എന്താണ്, ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും, എനിക്ക് യാതൊന്നിനും ഒരു ഭയം എന്ന് പറയുന്നത് പ്രഹ്ലാദന് ഉണ്ടായിട്ടേ ഇല്ല ജീവിതത്തിൽ. അപ്പം ആ സാക്ഷാൽ ഭഗവാനെ നേരിട്ട് മുൻപേയും ഒരുപാട് തവണ ദർശിച്ചിട്ടുള്ള ഭഗവാൻ ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും ആ പരമഭക്തന് അതിൽ യാതൊരു വ്യതിചലനമോ അല്ലെങ്കിൽ ഭയമോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഉണ്ടാകില്ല. അപ്പം വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആ ഒരു മാല ഭഗവാനിലേക്ക് ഇട്ടു. അപ്പൊ ഭഗവാന്റെ ആ തീജ്വാലകളൊക്കെ പതുക്കെ പതുക്കെ അണയാനായിട്ട് തുടങ്ങി. ഭഗവാന്റെ ക്രോധമെല്ലാം ശമിച്ചു. ശമിച്ച് എന്താണ്, ഭഗവാൻ പ്രസന്നവദനാകാൻ തുടങ്ങി നരസിംഹമൂർത്തി. ആ സമയം എന്ത് ചെയ്തു? ഭഗവാൻ പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചു. അപ്പോഴത്തേക്കും ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? ആ സമയം നോക്കി കൂടെ അടുത്ത് വന്നിരുന്നു. അങ്ങനെയാണ് ലക്ഷ്മി നരസിംഹമൂർത്തി ആയി വരുന്നത്. അങ്ങനെ വളരെ കുറച്ച് സമയത്തേക്ക് ഉണ്ടായ ഒരു അവതാരമാണ് ഇതല്ലേ, ത്രിസന്ധ്യ നേരത്ത് ഉണ്ടായ ഒരു അവതാരം. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു? പ്രഹ്ലാദനെ മടിയിൽ ഇരുത്തിയിട്ട് ഭഗവാൻ ഇങ്ങനെ എന്താണ് തുടച്ച് നക്കി എടുക്കുകയാണ് അല്ലെ? ഒരു സിംഹം അതിന്റെ കുട്ടിയെ എങ്ങനെ
ഓമനിക്കുന്നു. അതേപോലെ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ ഇങ്ങനെ ലാളിക്കുന്നു. അത് കണ്ട് എല്ലാ ദേവീദേവന്മാരും നോക്കി നിന്ന് പോയി അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് എന്തു വരമാണ് വേണ്ടത്. ഇപ്പൊ പ്രഹ്ലാദൻ എന്താ പറഞ്ഞ, ആ കൊച്ചുകുട്ടി അസുരനല്ലേ, ഞാൻ അസുരൻ ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വരം ചോദിച്ചു കഴിഞ്ഞാൽ ആ വരം കൊണ്ട് ഞാൻ അസുര ജന്മത്തിലാണ് പിറന്നത്, അസുര യോനിയിലാണ് പിറന്നത് അല്ലെ. അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കും. അതുകൊണ്ട് അങ്ങ് ദയവായി എന്നെ കൃപയുണ്ടായിട്ട് എനിക്ക് വരമൊന്നും ചോദിക്കാനായിട്ട് ഒരു തോന്നൽ പോലും ഉണ്ടാകരുതേ എന്നുള്ള അനുഗ്രഹം മാത്രം തന്നാ മതി. കാര്യം വരം ചോദിച്ച ആണ് എന്റെ പിതാവൊക്കെ ഇത്രയും അഹങ്കാരിയായി മാറി അല്ലേ ബ്രഹ്മദേവനിൽ നിന്ന്. അങ്ങനെ ഭഗവാൻ അവിടുന്ന് ബ്രഹ്മദേവന് താക്കീത് കൊടുക്കുന്നു, ഇനി ഇതുപോലെയുള്ള വരദാനം ആർക്കും കൊടുക്കരുതെന്ന്. കാര്യം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവതാരമാണല്ലേ. അങ്ങനെ ഭഗവാൻ പറയുന്നു, നീ എന്തെങ്കിലും ചോദിച്ചേ പറ്റുള്ളൂ, ഞാൻ ഇത്രയും വലിയൊരു അവതാരം നിനക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്താണല്ലേ, അപ്പൊ നീ എന്തെങ്കിലും ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നിർബന്ധിക്കുകയാണല്ലേ, ഭഗവാന്റെ ആജ്ഞയാണ്. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദനെ ഒന്നും സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല്ല. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞ് അങ്ങ് എന്റെ പിതാവിനോട് ക്ഷമിക്കണം എന്നുള്ള ഒരു വരം മാത്രമേ. അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ ചെയ്തു. അങ്ങേക്കെതിരെ ഹിരണ്യായ നമ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ്. അത് നാരായണായ നമ എന്ന് പറഞ്ഞ ആർക്കും ഉച്ചരിക്കാൻ അവകാശമില്ല. അങ്ങനെ ഹിരണ്യായ നമയായി രാജ്യം മുഴുവൻ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധാരണ ജനങ്ങളെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അത് വളരെ നിസ്സാരമായിട്ട് തോന്നി അല്ലെ. ഭഗവാൻ പറഞ്ഞു ഞാന് എന്ത് ചെയ്തു. ഭഗവാൻ അപ്പൊ എന്ത് ചെയ്തു, ഒന്നെടുത്താൽ നമ്മൾ രണ്ടെന്നൊക്കെ കാണും ലുലുവിലൊക്കെ പോയല്ലേ, ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അല്ലെ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന്. ഭഗവാൻ എന്ത് ചെയ്തു, 14 ഫ്രീ ഐറ്റംസ് കൊടുത്തല്ലേ. 7 ജന്മം നിന്റെ പിതാവിന് മുൻപേയും 7 ജന്മത്തിന് ശേഷമുള്ള എല്ലാവർക്കും ഞാനിതാ മോക്ഷം കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അപ്പോഴേ കൊടുത്തിരിക്കുന്നു, ഭഗവാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോഴേ അങ്ങ് മോക്ഷം അങ്ങ് വരദാനം ആയിട്ട് കൊടുത്തു. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ പിന്നീട് വരുന്ന ജന്മങ്ങളിൽ പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് മഹാബലി അല്ലെ. മഹാബലിക്കും ഭഗവാൻ ഇപ്പോഴും കാവല് നിൽക്കുകയാണ് സുതലത്തില്. മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇപ്പോഴും അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബാണാസുരൻ, വീണ്ടും മഹാബലിയുടെ കൊച്ചുമകനായ ബാണാസുരന് അതുപോലെ തന്നെ ഭഗവാൻ മോക്ഷം കൊടുത്തു അല്ലെ. 1000 കൈകളുമായിട്ട് അദ്ദേഹം മഹാദേവനുമായിട്ട് യുദ്ധമൊക്കെ ഉണ്ടായ ശ്രീകൃഷ്ണ ലീലയില് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു വാക്ക് പാലിച്ചു. പ്രഹ്ലാദന് കൊടുത്ത ഭക്തന് കൊടുത്ത വാക്ക് ഭഗവാൻ ഒരിക്കലും തെറ്റിക്കില്ല. ഏതെങ്കിലും പ്രമാണത്തിലോ ധർമ്മശാസ്ത്രങ്ങളിലോ ഒക്കെ എഴുതിയത് ഭഗവാൻ പലപ്പോഴും തെറ്റിക്കാറുണ്ടെങ്കിലും ഭക്തന്മാർക്ക് കൊടുത്ത വാക്ക് ഭഗവാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആ ഒരു ലീല, അതിൽ നിന്ന് കാണുന്ന ഏതൊരു സാഹചര്യത്തിലും നമുക്ക് രക്ഷയ്ക്കുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ എന്താണ് നമ്മൾ കൂട്ടാൻ നോക്കി, ഏതൊക്കെ ഭൗതികതയുടെ സാഹചര്യങ്ങളാൽ നമ്മൾ ഒരു ഭക്തനെതിരെ ഒരു ഒരു സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഭഗവാൻ ഓവർകം ചെയ്യാൻ സാധിക്കും. ഭൗതികതയുടെ ഏതെല്ലാം തലങ്ങളും ഏതെല്ലാം വ്യവസ്ഥകളും ഒക്കെ തന്നെ ഭഗവാന് വളരെ നിഷ്പ്രയാസം അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭക്തനെ നമേ ഭക്ത പ്രണശ്യതി, ഒരു കാലത്തും ഭഗവാന്റെ ഒരു ഭക്തന് ഒരു വീഴ്ച സംഭവിക്കില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തരുന്ന ഉറപ്പും ഇവിടെ പാലിക്കുകയാണ് അല്ലെ. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇത്രയും ഘോരമായിട്ടുള്ള അവതാരമാണ് എടുത്തിട്ടുള്ളത്. ഈ കുട്ടി എത്ര എത്ര പ്രാവശ്യം എത്ര 1000 വർഷങ്ങളാണ് തപസ്സിരുന്നത്, ഈ കുട്ടി ചെയ്തിട്ടില്ല അല്ലെ. ഗർഭത്തിൽ വെച്ചിട്ട് നാരദ മുനിയുടെ ആ ഒരു അസോസിയേഷൻ ഭാഗവതം കേട്ടു. അതിനുശേഷം സദാ നാരായണായ നമ്മ ജപിക്കുന്ന ആ ഒരൊറ്റ ക്വാളിറ്റി കൊണ്ട് എന്ത് ചെയ്തു, ഭഗവാന് എന്ത് ചെയ്തു, പ്രസന്നനായി അത്രയും ഘോരമായിട്ടുള്ള ഒരു അവതാരം എടുത്തു, ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു. അതേ അവതാരമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് വിളിക്കാനായിട്ട് ക്ഷിപ്രം ആയിട്ട് ഭഗവാനെ നമുക്ക് പ്രസന്നനാകുന്ന ഭഗവാൻ ആരാണ്? നരസിംഹ ഭഗവാനാണ് അല്ലേ. കൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞാലായിട്ട് നമുക്ക് കുറെ താമസം എടുക്കും. പക്ഷെ നരസിംഹ ഭാവത്തിലിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ, ഒരു കൊച്ചുകുട്ടി വിളിച്ചാൽ പോലും പ്രസന്നനായി നമുക്ക് അടുത്തെത്തുന്ന ആ ഒരു രീതിയിലുള്ള അവതാരമാണ് നരസിംഹ ഭഗവാന്റെ അവതാരം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികള്, അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് കൃഷ്ണഭക്തര് നമ്മള് നമ്മൾ വിളിക്കുന്നത് നരസിംഹ ഭഗവാനെയാണ്. നമുക്കിപ്പോ ഒരു ജോലിക്ക് തടസ്സം അല്ലെങ്കിൽ
അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഒരു വീടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം, ദുരിതബാധം, ആ, അങ്ങനെ ഏതെങ്കിലും ശത്രുദോഷം, ഇതിനൊക്കെ തന്നെ നമുക്ക് ആ, സമീപിക്കാനായിട്ട് പറ്റിയ ഒരു ആ, ഭഗവാനാണ് നമ്മുടെ നരസിംഹമൂർത്തി. കൃഷ്ണനോട് നമ്മൾ പ്രേമം അല്ലാതെ മറ്റൊരു കാര്യവും ചോദിക്കണ്ട. ഭക്തിയും പ്രേമവും അതൊക്കെ മാത്രമേ കൃഷ്ണൻ തരുവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് ഈസിലി ആക്സസബിൾ ആണ്. പെട്ടെന്ന് തന്നെ ക്ഷിപ്ര പ്രസാദിയാണ്. അപ്പൊ അതുകൊണ്ട് നരസിംഹ ഭഗവാനാണ് നമുക്ക് അതൊക്കെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ആ നരസിംഹ ഭഗവാന്റെ ആ ഒരു തിരു അവതാര ദിവസമാണ് നാളെ. അപ്പൊ അതുകൊണ്ട് കഴിവതും പറ്റുന്നവരൊക്കെ തന്നെ ആ വ്രതം എടുക്കാനായിട്ട്, ശാരീരിക അവസ്ഥ അനുവദിക്കുന്നവരൊക്കെ ആ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വ്രതം എടുക്കുക. പിന്നെ എന്താണ്, ആ നരസിംഹ ഭഗവാൻ പ്രഹ്ലാദ സ്തുതിയും, അതുപോലെ നരസിംഹ കവചം, നരസിംഹ അഷ്ടോത്തര ശതം, നരസിംഹ ആരതി, ഇതൊക്കെ ആ, പറ്റുന്നവരൊക്കെ തന്നെ, ഫിസിക്കൽ സത്സംഗം ഇല്ലാത്തവർ അവരുടെ വീട്ടില്, പറ്റാത്തൊരു വീട്ടില് അല്ലെങ്കിൽ ഇന്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി ചെയ്യാം. പിന്നെ നരസിംഹ ഭഗവാന്റെ അവതാര ലീലകളെ പറ്റി നല്ല പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാരെടുക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുക. ഈ പ്രഹ്ലാദ സ്തുതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ഒരു ഭാഗവതത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ അധ്യായത്തിലാണ്, അഞ്ചാമത്തെ കാണ്ഡവുലാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ പ്രഹ്ലാദ് മഹാരാജന്റെ ഉപദേശങ്ങള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്തുതി, ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര എന്താണ്, ഭയങ്കര ഹൈലി എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിലുള്ള സംഭവങ്ങൾ. ഒരു കൊച്ചുകുട്ടി ഉപദേശിക്കുന്നത്, ആ ഉപദേശമൊക്കെ നമുക്കെല്ലാം ആ, പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നരസിംഹ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളുടെ ഭക്തിയുത ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ തടസ്സങ്ങളും, ഈവൻ ഗണപതി ഭഗവാൻ പോലും ഈ തടസ്സങ്ങൾ, ഭൗതിക ലോകത്തെ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നരസിംഹ ഭഗവാനോടാണ് അപേക്ഷിക്കുന്നത്. നമ്മൾ കൃഷ്ണാവബോധത്തിലുള്ളവരോട് ഉള്ളവരെ നേരിട്ട് നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ, ലോകത്തിൽ ജീവിക്കുന്ന, ഭൗതികതയിൽ ജീവിക്കുന്ന ആൾക്കാര് ഗണപതി ഭഗവാനോട് ഇത് ചോദിക്കുന്നു. ഗണപതി ഭഗവാൻ നരസിംഹ ഭഗവാനിൽ നിന്ന് ഇതെടുത്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ, നമുക്ക് ബ്രഹ്മസംഹിതയിൽ ഒരു ശ്ലോകം ഉണ്ടല്ലേ, ഇത് എന്നാ, ഞാൻ ആ ശ്ലോകം മറന്നുപോയി. ബ്രഹ്മസംഹിതയിൽ ഈ പറയുന്നുണ്ട് ഗണേശ ഭഗവാന്റെ അവസ്ഥ. അതായത് അദ്ദേഹം കൊമ്പുകൊണ്ട് ആരെയാണോ നമസ്കരിക്കുന്നത്, ആ ആ ഒരു ശ്ലോകം ഞാൻ ജസ്റ്റ് എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ശ്ലോകം ചെല്ലുന്നത് നല്ലതാണ്. എല്ലാവരും ഈ ഒരു ശ്ലോകം ഷെയർ ചെയ്യാറുണ്ട്. ആചാര്യന്മാരൊക്കെ ഈ ശ്ലോകം പറയാറുണ്ട് അവരുടെ ആ ഒരു ഇതാണ്: യത് പല്ലവയുഗം വിനിതായ കുംഭാ ദ്വന്ദ്വേ പ്രണാമ സമയേ സഗണാതിരാജ വിഘ്നാൻ വിഹന്തും അലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യത് പല്ലവയുഗം വിനിതായ കുംഭ, അതായത് ഈ കുംഭം പോലെ വയറുള്ള ആ ഗണേശ ഭഗവാൻ എന്താണ്, അവിടുത്തെ പാദ പല്ലവ യുഗം എന്താണ്, ഉണരുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു. എന്തുകൊണ്ടാണ്? ദ്വന്ദ്വേ പ്രണാമ സമയേ സഗണാതിരാജ, ഗണങ്ങളുടെ എല്ലാം അധിപതിയായിട്ടുള്ള ഈ ഗണേശ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ രണ്ട് കൊമ്പുകൾ കൊണ്ടും ഭഗവാനെ നമസ്കരിക്കുന്നു. വിഘ്നാൻ വിഹന്തും അലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദി പുരുഷൻ തമഹം ഭജാമി. അതായത് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്, ലോകത്തിലെ മുഴുവൻ വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്, അതിനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗണേശ ഭഗവാൻ, ഈ പറയുന്ന ആദി പരമദിവ്യോത്ത പുരുഷനായിട്ടുള്ള ഗോവിന്ദന്റെ അംശമായിട്ടുള്ള നരസിംഹ ഭഗവാനെ പ്രണമിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഈ വരദാനം മേടിച്ചിട്ടാണ് ഈ ഗണേശൻ ഈ ഭൗതിക ലോകത്തുള്ള എല്ലാവരുടെയും വിഘ്നങ്ങൾ മാറ്റിക്കൊടുക്കുന്നത്. അപ്പൊ ആ ശ്ലോകം ഇത് ഒന്നുകൂടെ പാടാം. യത്പാദ പല്ലവയുഗം വിനിതായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സഗണാതിരാജ വിഘ്നാൻ വിഹന്തുമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമ്മളുടെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് ഒരു 18 മിനിറ്റ് എക്സ്ട്രാ ആയി. നമ്മൾ സാരമില്ല. കാര്യം ഇനി അത് ക്ലാസ് വരുന്ന ഫ്രൈഡേ ആണ്, ഒരു ദിവസം കൂടെ കഴിയും. അപ്പൊ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ശ്ലോകം എത്രയാണ്? 9 തൊട്ടല്ലേ? 9 തൊട്ടല്ലേ മാതാജി?
അതെ. ശ്ലോകം 9. ഒന്നാമത്തെ അധ്യായം 1, അല്ല, സ്കന്ധം 1, അധ്യായം 4, ശ്ലോകം 9, 10, 11, 12. അഭിമന്യുസുതം സുത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മമഹാശ്ചര്യം കർമാണി ച ഗൃഹീണിനാ. അഭിമന്യുസുതം സുത സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മമഹാശ്ചര്യം കർമാണി ച ഗൃഹീണിനാ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. അഭിമന്യു സുതം സുത പ്രാഹുർഭഗവോത്തമം ഭാഗവതോത്തമം. തസ്യ ജന്മ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം. മഹാകാര്യം മഹാശ്ചര്യം. മഹാശ്ചര്യം കർമാണി ഗ്രാമീണാം ഗൃഹീണിനഃ. കർമാണി ച ഗൃഹീണിന. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഭിമന്യു സുതം സൂത പ്രാഗുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃഹീണീന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 4, ശ്രീനാരദ ആഗമനം. ശ്ലോകം 9. അഭിമന്യു സൂതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃഹാണിഹിന. ഹരേ കൃഷ്ണ. ശശീല മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അഭിമന്യു സുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃഹീണീന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതിന്റെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. അഭിമന്യു സുതം, അഭിമന്യു പുത്രൻ. സൂത, ഓ സൂത ഗോസ്വാമി. പ്രാഹു, പ്രസ്താവിക്കപ്പെടുന്നു. ഭാഗവത ഉത്തമം, ഒന്നാന്തരം ഭഗവത് ഭക്തൻ. തസ്യ, അദ്ദേഹത്തിന്റെ. ജന്മം മഹാ ആശ്ചര്യമാകുന്നു, അല്ലെങ്കിൽ മഹാത്ഭുതമാകുന്നു. കർമാണി, കർമ്മങ്ങൾ. ച, ഗൃഹീണി, ദയവായി പ്രസ്താവിച്ചാലും. ന, ഞങ്ങളോട്. വിവർത്തന ഭാവാർത്ഥൻ. ദിവ്യങ്കിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ ഒന്നാന്തരം ഉത്തുംഗ ഭക്തനാണെന്നും അദ്ദേഹത്തിന്റെ ജന്മകർമ്മങ്ങളൊക്കെ മഹാ അത്ഭുതങ്ങളാണെന്ന് വിശേഷിക്കപ്പെടുന്നു. ആകയാൽ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ച് തന്നാലും. ഭാവാർത്ഥം. ശശീല മാതാജി. ഇംഗ്ലീഷ് ആയിരിക്കും. മാതാജി US-ലാണോ? ഇംഗ്ലീഷാ മാതാജി. അവിടെ ആണോ? അതെ അതെ അതെ. വന്നിട്ടില്ല. ഓക്കെ. കൃഷ്ണകുമാരി മാതാജി. യുഎസിലാ. അതെല്ല. എങ്ങനെയുണ്ട് മാതാജി അവിടെ എല്ലാ കാര്യങ്ങളും? മോന്റെ കാര്യം സുഖായിരിക്കുന്നു. മോനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാരാജാവ് പരീക്ഷത്തിന്റെ ജനനം മഹാ അത്ഭുതമാണ്. അദ്ദേഹം മാതാവിന്റെ ഗർഭപാത്രത്തിൽ പരമദിവോത്ത പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു ഗോവിനെ വധിക്കാനുള്ള ഉദ്യമത്തിൽ ആകയാൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും മഹാ ആശ്ചര്യങ്ങളാണ്. മാനവ സംസ്കാരത്തെ സമങ്ങളുടെ മഹാപ്രതിനിധിയാൽ ഗോമാതാവ് വധിക്കപ്പെടുന്നത് തടയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മരണം മുൻകൂട്ടി അറിയുകയാൽ അദ്ദേഹത്തിന്റെ മരണവും സർവ്വാതിശയമാകുന്നു. ഏതൊരു മർത്യനും അതേ ആശ്ചര്യം തന്നെയാണ്, ആശ്ചര്യകരം തന്നെയാണ്. ആകയാൽ ഗംഗാതീരത്തെ ഉപവിഷ്ടനായി ഭഗവാന്റെ അതീന്ദ്ര ലീലകൾ ശ്രവിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം മരണം വരിക്കാൻ സന്നദ്ധനായി. മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ നാളുകളിൽ അദ്ദേഹം ജലപാനവും നിദ്രയും ഉപേക്ഷിച്ച് നിത്യേന ശ്രീമദ് ഭാഗവത ശ്രവണം നടത്തി. ആകയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച സർവ്വതും സർവാതിശയകരങ്ങളാണ്, മാത്രവും മേന്മയുള്ളതുമാകുന്നു. പരീക്ഷിത മഹാരാജാവിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിസ്തരിച്ച്
ശ്രവിക്കാനുള്ള വാഞ്ച ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരി ബോൽ. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല. കാര്യം അദ്ദേഹം വളരെ ഉയർന്ന ഒരു വൈഷ്ണവനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ജനനം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒറിജിൻ ഭഗവാൻ നരനാരായണന്മാരാണല്ലോ ഭഗവാനും അർജുനനും, അല്ലെ? അതിലെ നരനായിട്ടുള്ള അർജുനൻ ആരാണ്? ഭഗവാന്റെ സ്വന്തം പെങ്ങളായിട്ടുള്ള സുഭദ്ര. സ്വന്തം പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി മാതാവിന്റെയും വസുദേവരുടെയും പുത്രിയായിട്ട് യോഗമായ സുഭദ്രയായിട്ട് അവതരിച്ചു. അങ്ങനെ ആ സുഭദ്രയെ വിവാഹം കഴിച്ചത് എന്താണ്? വേറെ ആരുമല്ല, അർജുനൻ തന്നെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ആ അർജുനൻ സുഭദ്രയിൽ ഉണ്ടായ മകനാണ് അഭിമന്യു. ആ അഭിമന്യു ഇതേപോലെ തന്നെ പ്രദ്യുമ്നൻ അല്ലല്ലോ, ചന്ദ്രന്റെ പുത്രനോ, അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവരാരാണ്ട് അവതരിച്ചു. പക്ഷെ അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, എന്തോ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചയക്കണം. 16 വയസ്സോ 18 അങ്ങനെ ഉണ്ട്. മാതാജിക്ക് കഥ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഭാഗവത പറയുന്ന ആചാര്യന്മാരൊക്കെ പറയുന്നതാണ്. ഞാൻ ഗുരുപ്രഭു പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോ അത് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ചന്ദ്രന്റെ പുത്രനാണോ ബുധന്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതൊരു ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അർജുനന്റെയും സുഭദ്രയുടെയും മകനായിട്ട് പിറന്നു. പക്ഷെ ഭഗവാൻ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര വയസ്സാകുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് വിട്ടേക്കാവുന്നുള്ള. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം അഭിമന്യു അതുപോലെ തന്നെ വിരാട് രാജാവിന്റെ മകളായ ഉത്തരയുമായിട്ട് വിവാഹം കഴിച്ചു. അങ്ങനെ ഉത്തരയായിട്ട് വിവാഹം കഴിച്ചിട്ട് 1 വർഷത്തിൽ കൂടുതൽ ആ ദാമ്പത്യം നീണ്ടു നിന്നില്ല. അപ്പൊ തന്നെ യുദ്ധമായി. യുദ്ധത്തിൽ ഇവര് എന്താണ് ഇതിന്റെ പേരെന്താണ്? പത്മവ്യൂഹം അല്ലെങ്കിൽ ചക്രവ്യൂഹം, അങ്ങനെ അതിൽ പെടുത്തിയിട്ട് ചതിച്ചു കൊന്നു. ഈ യോദ്ധാക്കളൊക്കെ കൂടെ കൗരവസേനയിലെ ഭീഷ്മരുണ്ടായിരുന്നു, ദ്രോണര്, നമ്മുടെ ദുര്യോധനന്, ദുശാസനന്, പിന്നെ അടുത്ത ആരാണ്? ശല്യരോ, കർണൻ, ഇങ്ങനെ ഇവരെല്ലാരും കൂടെ കൂടി കർണൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അല്ല, ഭീഷ്മരുടെ വധത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഭീഷ്മരുടെ വധത്തിന് ശേഷമാണ്, 10 ദിവസത്തിന് ശേഷമാണ് കർണൻ അവിടെ പ്രവേശിച്ച യുദ്ധകളത്തിൽ. അതുവരെ കർണൻ മാറിയിരിക്കുകയായിരുന്നു. കാര്യം ഇവര് തമ്മിലൊരു ഈഗോ ക്ലാഷ് ആയിരുന്നു. കാര്യം സൂതപുത്രനാണല്ലോ കർണൻ. അപ്പൊ ഭീഷ്മദേവർക്ക് അത് കർണനെ അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭീഷ്മദേവർ 18 ദിവസമാണ് യുദ്ധം നീണ്ടത്. 10ാം ദിവസം അതിൽ ഭീഷ്മദേവര് ശരശയിലേക്ക് മാറിയതിനു ശേഷമാണ് കർണൻ രംഗത്തെത്തുന്നത്. അങ്ങനെ കർണൻ വന്നതിന് ശേഷം കർണൻ അടക്കം, കാര്യം കർണന്റെ സ്വന്തം അനുജന്റെ പുത്രനാണ്, എന്നിട്ട് കൂടി ആ ഒരു ഇതിന് കൂട്ടു നിൽക്കുകയാണ്. അങ്ങനെ ഈ പ്രതി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ചക്രവ്യൂഹത്തിന്റെ അകത്ത് കയറാനായിട്ട് അർജുനനെയും ഭഗവാനെ അവിടെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറ്റി. അങ്ങനെ ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്തത്? അർജുനനെയും ഭഗവാനെയും മാറ്റിയ സമയത്താണ് ഈ ചക്രവ്യൂഹത്തിലേക്ക് അഭിമന്യുവിനെ പ്രകോപിച്ചിട്ട് ഇവര് കയറ്റിയത്. അങ്ങനെ ആ ചക്രവ്യൂഹത്തിൽ കയറാനായിട്ടുള്ള വിദ്യ ഓൾറെഡി ആർക്കറിയാമായിരുന്നു? അഭിമന്യുവിന്. എങ്ങനെയാണ് മനസ്സിലായത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഈ കയറാനുള്ള ഗർഭത്തിലിരുന്ന ആരുടെ? സുഭദ്രയുടെ ഗർഭത്തിലിരുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഈ പത്മവ്യൂഹത്തിൽ എങ്ങനെയാ കയറുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നും ഭഗവാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തു? സുഭദ്ര ഉറങ്ങിപ്പോയി. അപ്പൊ കുട്ടി അകത്തിരുന്ന ആ വിദ്യ ഭഗവാന്റെ അടുക്കൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അമ്മ ഉറങ്ങിയത് കൊണ്ട് എന്ത് പറ്റി? ഈ കുട്ടി അഭിമന്യു ബാക്കിയുള്ളത് കേട്ടില്ല. അപ്പൊ ഇറങ്ങാനുള്ള വിദ്യ അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവര് ചതിച്ചു കൊന്നു, വധിച്ചു. ഇതറിഞ്ഞ് അർജുനൻ അറിയാവല്ലോ, സംഹാരതാണ്ഡവം ആടിയതും കൗരവരെ കൂട്ടത്തോടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അറിയാം. അർജുനന് ഭയങ്കര കോപിഷ്ഠനായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. ഉത്തരയുടെ ഗർഭത്തിൽ ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? പരീക്ഷിത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് യുദ്ധം അവസാനിച്ച് കൗരവര് പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അശ്വത്ഥമാവ് എന്ത് ചെയ്തു? ദ്രോണപുത്രനായ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതുപോലെ തന്നെ ദ്രൗപദിയുടെ 5 പുത്രന്മാരെ, ഈ 5 ഭർത്താക്കന്മാരിലായിട്ടുണ്ടായ 5 പുത്രന്മാരെ നിഷ്കരുണം വധിച്ചു. അവര് ശിബിരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പുത്രന്മാരെ വധിച്ചു. അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഇനി അടുത്ത ഒരു അവകാശി ആരേ ഉള്ളൂ?
പഞ്ചപാണ്ഡവർ അവിടെ ഇല്ല, അവർ പുറത്തു പോയിരിക്കുന്ന സമയം നോക്കിയാണ് ഇത് ചെയ്തത്. അങ്ങനെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരയെ ലക്ഷ്യമാക്കി ഈ ബ്രഹ്മാസ്ത്രം ചെയ്തു. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്വായുധമൊക്കെ പോലെ തന്നെയാണ്, സർവനാശമാണ്, അഗ്നിയാണ് അല്ലെ, ഭയങ്കര അഗ്നി ചൂടാണ്. അപ്പൊ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഉത്തരയ്ക്ക് ഇത് മനസ്സിലായി. ഉത്തര കാണുന്നു ദൂരെന്ന് ബ്രഹ്മാസ്ത്രം വരുന്നത്. അപ്പൊ ഉത്തരയ്ക്ക് മനസ്സിലായി. ഇനിയപ്പം എന്താണ്, ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള പിതാമഹന്മാരെയോ മറ്റുള്ള പരിചാരകരെയോ ഒന്നും അല്ല ഉത്തര വിളിച്ചത്. ആരെയാണ്? സാക്ഷാൽ ഭഗവാനെ തന്നെയാണ് വിളിച്ചത് അല്ലെ. എന്താണ്? പാഹി പാഹി മഹാബാഹോ ദേവദേവ ജഗൽപതേ എന്ന് പറഞ്ഞ് ആ ഉത്തരാസ്തുതി ഉണ്ട്. ആ ഉത്തരാസ്തുതി കേൾക്കാൻ നമ്മൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത്, വിഷമം അനുഭവിക്കുന്ന സമയത്ത് ഉത്തരയുടെ സ്തുതി എടുത്തിട്ട് നമ്മൾ അത്രയ്ക്ക് കഷ്ടത്തിലാണെങ്കിൽ ഭഗവാന്റെ ഒരു സഹായമൊക്കെ നമുക്ക് വേണമെന്നുള്ള ആ ഒരു തോന്നൽ തോന്നുന്ന സമയത്ത് ഉത്തരാസ്തുതി ഇങ്ങനെ മനസ്സ് തുറന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ ഉത്തരാസ്തുതി പറയുന്നതിൽ ഉത്തരാദേവി പറയുന്നില്ല ഭഗവാന്റെ സഹായം, അത് വേറൊരു രീതിയിലാണ് പറയുന്നത് അല്ലെ. അതായത് ഈ ഒരു കുലം നിലനിർത്തണമെങ്കിൽ ആകെ ഈ ഒരു കുട്ടിയാണ് ഇനി ഈ കുലം നിലനിർത്താൻ പോകുന്നത് അല്ലെ. ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ, അല്ല എന്റെ ജീവൻ രക്ഷിക്കണമെന്നോ അല്ലാതെ എന്നെ ഈ ബ്രഹ്മാസ്ത്രത്തിൽ രക്ഷപ്പെടുന്നല്ല പറഞ്ഞത്. ഇനി ഈ തലമുറകളെ നിലനിർത്തണമെന്ന് ഭഗവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് ഉചിതമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ഉത്തരാസ്തുതി മുഴുവൻ വായിച്ചിട്ട് അതിന്റെ അർത്ഥമൊക്കെ പല ആചാര്യന്മാർക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് കേട്ട് നോക്കുക. അപ്പൊ അങ്ങനെ ആ ഉത്തരാസ്തുതി കേട്ട് കഴിയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അപ്പൊ ബ്രഹ്മാസ്ത്രം ഇങ്ങ് വന്ന് അടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു, ഉത്തരയുടെ ഗർഭത്തിൽ കയറി അവിടുന്ന് എന്ത് ചെയ്തു, സുദർശനം വെച്ചിട്ട് ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കുന്നു. ബ്രഹ്മാസ്ത്രം ഭഗവാനെ വന്ദിച്ചിട്ട് ബ്രഹ്മാസ്ത്രം തിരിഞ്ഞു പോകുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ഈ പറയുന്ന പരീക്ഷിത് മഹാരാജാവ് എന്താണ് കാണുന്നത്, ഒരു കറുത്ത നിറമുള്ള ഒരാള് ഗർഭത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെ ഈ കുട്ടി കാണുന്നു അല്ലെ, ഒരു ശ്യാമവർണ്ണത്തിൽ ഒരാളെ കാണുന്നു. പുറത്ത് വന്നിറങ്ങിയത് മുതൽ ഈ കുട്ടി ആരെയാണ് നോക്കുന്നത്, ഗർഭത്തിൽ വെച്ചിട്ട് കണ്ട ആളെയാണ് നോക്കുന്നത് അല്ലെ. ഗർഭത്തിൽ വെച്ച് കണ്ട ആ ശ്യാമസുന്ദര രൂപത്തിലുള്ള ആളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇങ്ങനെയാ നോക്കുന്നത് അല്ലെ. അച്ഛനെ കാണുമ്പോഴും അമ്മയെ കാണുമ്പോഴും ആ കണ്ട രൂപമാണോ എന്നുള്ളത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും നോക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് പരീക്ഷിത്ത് എന്നുള്ള പേര് ആണ് ഇട്ടത് അല്ലെ. പരീക്ഷിത്ത്, പരീക്ഷണ അടിസ്ഥാനത്തിൽ എല്ലാവരെയും നോക്കുന്നത് കൊണ്ട് അല്ലെ. അപ്പം ഗർഭത്തിൽ തൊട്ട് ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങിയതാണ് ഈ കുട്ടി അല്ലെ. നമ്മൾ എപ്പോഴാണ് അന്വേഷിക്കുന്നത്, നമ്മൾ ഇപ്പോഴെങ്ങാണ്ട് ആരുടെയോ വൈഷ്ണവരുടെയൊക്കെ കൃപ കൊണ്ട് നമ്മളിങ്ങനെ സത്സംഗത്തിൽ ഇരിക്കുന്നു കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് എത്ര എടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ലേ. ഈ കുട്ടി ഗർഭം മുതൽ, അതുകൊണ്ടാണ് ഇത് കേൾക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള യോഗ്യതയുള്ള ആളാണ് പരീക്ഷിത്ത് എന്ന് പറയുന്നത്. ഗർഭം മുതൽ ഭഗവാനെ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയത് എപ്പോഴാണ്, മരണത്തിന് 7 ദിവസം ഉണ്ടെന്ന് പറഞ്ഞ് ശാപം കിട്ടി, തക്ഷകം കടിച്ച് മരിക്കുന്ന ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്, എല്ലാം രാജ്യം എല്ലാം ഉപേക്ഷിച്ചു, ഭക്ഷണം ഉപേക്ഷിച്ചു, നിദ്ര ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പരീക്ഷത്ത് ഗംഗാതീരത്ത് വന്നിട്ട് ഇരിക്കുകയാണല്ലേ. ആ കണ്ട് കിട്ടാത്ത ആള്, ആ ഗർഭത്തിൽ വെച്ചിട്ട് കിട്ടാത്ത ആളെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു, ഈ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്തു, ആ ആളെ കണ്ടെത്തി. കാര്യം ഭാഗവതം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഭഗവാനാണ് അല്ലേ. വേറെ എങ്ങും പോകണ്ട, ഭഗവാനെ അന്വേഷിച്ച്. ഭാഗവത്തിൽ ഭഗവാനുണ്ട് ഫുള്ളല്ലേ. അപ്പോഴത്തേന് ആ കണ്ടു കിട്ടാൻ, അത് അന്വേഷിച്ച് നടന്ന പരീക്ഷണാടത്തിൽ നടന്ന ആ ഒരു വ്യക്തിയെ ഭാഗവത്തിൽ കൂടെ പരീക്ഷത്തിന് കിട്ടി. അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പം പരീക്ഷിത്ത് എത്ര മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ കലി പരീക്ഷത്തിനെ ബാധിക്കാനായിട്ട് വന്നു അല്ലെ. ആരുടെ രൂപത്തിലാണ് വന്നത്, ഗോ രൂപത്തിൽ അല്ലെ. ഗോ രൂപം എന്താണ്, ഗോ എന്തിന്റെ ലക്ഷണമാണ്, പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ ലക്ഷണമാണ് അല്ലെ. എപ്പോഴും ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ ഭൂമിദേവി എന്താണ്, ഗോരൂപം പ്രാപിച്ചിട്ടാണ് എങ്ങോട്ടേക്ക് ഓടുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്, ബ്രഹ്മലോകത്തേക്ക് പോകുന്നതും വൈകുണ്ഠത്തേക്ക് പോകുന്നതും അല്ലെ. അത് ഈ ഭൂമിദേവിക്ക് എത്രയോ വെയിറ്റ്, ടൺ കണക്കിന് വെയിറ്റ് താങ്ങാനായിട്ട് പക്ഷെ അധർമ്മം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് താങ്ങാണ്ട് വരും. അധർമ്മത്തിന്റെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിദേവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ വേനൻ എന്ന് പറയുന്ന രാജാവ് അധർമ്മിയായിട്ട് എന്ത് ചെയ്തു, ഭൂമിദേവി സർവ്വ സംഭാരങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു, ഭൂമിദേവി ഒളിച്ചോടി പശു രൂപത്തില്. അപ്പൊ നമുക്കറിയാം പരീക്ഷിത് മഹാരാജാവ് ആ പശുവിന്റെ പുറകെ അസ്ത്രമായിട്ട് ഓടുന്നതൊക്കെ ആണ് പൃഥു മഹാരാജാവിന്റെ സ്റ്റോറിയിൽ നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. എന്നിട്ട് നമ്മള് മനുവിനെ കൊണ്ട് പശുക്കിടാവായിട്ട് പശുവിനെ കറന്ന് വിഭവങ്ങളെല്ലാം വീണ്ടെടുത്തത് ഒക്കെ കാര്യം
നമ്മൾ കേട്ടിട്ടുണ്ട് പൃഥു മഹാരാജാവിന്റെ കഥയിൽ. അപ്പൊ അതേപോലെ തന്നെ ഈ പശുരൂപം, ഈ പശു 4 കാലാണ് അല്ലെ, ധർമ്മത്തിന്റെ 4 തൂണുകളാണ് ആ പശു കാരി ചെയ്യുന്നത് അല്ലെ, റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു ആ 4 തൂണുകൾ? ആർക്കാ പറയാൻ പറ്റുന്നത്? സുവർണ മാതാജിക്ക് ഓർമ്മയില്ലേ? ധൈര്യം, സത്യം, ഇല്ല. ധ- സ- സത്യം, ധർമ്മം, ആ, ധർമ്മം അല്ല, ധർമ്മത്തിന്റെ 4 ദയ, സ്തൂപങ്ങളാണ് ചോദിച്ചത്. സത്യം, സത്യം, ദയ, 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 ശൗചമാണ്. ഒന്ന് ശൗചം, ശൗചം, ഒന്ന് ശൗചം, പിന്നെ എന്താ ഒന്ന് തപസ്, തപസ്. അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം ഒരു കട്ടില് നമ്മൾ നിൽക്കുന്ന 4 കാല് ഒരുപോലെയാണെങ്കിൽ ഒരു കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കിടന്ന താഴെ വീഴും. അപ്പൊ ധർമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ പശുവിന്റെ ഒരു കാല് ഒടിച്ച് കലിപുരുഷൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് രക്തമെല്ലാം ഒലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു പരീക്ഷിത് മഹാരാജാവ് അവിടെ ഇടപെട്ടതും അങ്ങനെ കലി അദ്ദേഹത്തിൽ കയറിയതും. അങ്ങനെ നമ്മൾ ആ ഒരു കഥയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം ചത്ത പാമ്പിനെ എടുത്ത്, കലിപുരുഷന്റെ സ്വാധീനം കൊണ്ടാണ് ചത്ത പാമ്പിനെ എടുത്ത് ശമീകർഷിയുടെ കഴുത്തിലിടാൻ കാര്യവും ശൃംഗി ശപിക്കുന്നതെല്ലാം നമ്മൾ കണ്ടല്ലോ. ആ ഒരു സന്ദർഭം നമ്മൾ അറിയാവുന്നതാണ്. അപ്പം ആ ഒരു വളരെ ധർമ്മിഷ്ഠനായിരുന്നു. ധർമ്മത്തിന് എവിടെ ഹാനി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഇതുപോലുള്ള ആൾക്കാര് എന്താണ് പ്രതികരിക്കും. അപ്പൊ ആ കലിയുഗം ആകാനായിട്ട് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ്സും, അതുപോലെ തന്നെ ഭാഗവതം, ഭഗവാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭാഗവതം എല്ലാവരിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പരീക്ഷത്തിനെ തന്നെ ചൂസ് ചെയ്തു എന്ന് നമ്മൾ കരുതണം. അത് അതിൽ ഭാഗവതം ഭഗവാനിലെ നമ്മളിലേക്ക് എത്താനായിട്ട്, ഒരു പരമഭക്തനിൽ കൂടെ എത്താനായിട്ട് ഭഗവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ പിടികൊടുക്കാതെ അവസാന സമയത്ത് ഭഗവാൻ പൂർണ്ണമായിട്ടും പരീക്ഷത്തിന് ഭഗവാനെ തന്നെ അങ്ങ് കൊടുത്തു. 7 ദിവസം പൂർണ്ണമായിട്ടും ഭാഗവത കഥാമൃതം അദ്ദേഹം അദ്ദേഹം എന്താണ് നുകർന്നു, അദ്ദേഹം ആസ്വദിച്ചു. അദ്ദേഹം പിപത ഭാഗവതം രസമാല എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ ഭാഗവതം കുടിക്കുകയായിരുന്നു അല്ലെ. നമ്മൾ വായിക്കുകയല്ല, കുടിക്കുകയാണ് ചെയ്യുന്നത് ഭാഗവത രസം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകം ശ്ലോകം 10 അല്ലേ. ശ്ലോകം 10. ശ്ലോകം 10. സമ്രാട് കസ്യ വാ ഹേതോ പാണ്ഡുനാം മാനവർദ്ധനഃ പ്രായോപവിഷ്ടോ ഗംഗായാ അനാദ്യാദിരാട് ശ്രിയം. സമ്രാട് കസ്യ വാ ഹേതോ പാണ്ഡൂനാം മാനവർദ്ധനഃ പ്രായോപവിഷ്ടോ ഗംഗായാ അനാദ്യാദ്യരാശ്രിയം. ഹരേ കൃഷ്ണ. അപർണ മാതാജി. हरे कृष्ण। सम्राट् कस्य वा हेतो पाण्डूनां മാനവർദ്ധന प्रयोप्यविस्तो गङ्गायां मानवर्धन प्रयोपविष्टो गङ्गायां ഒന്ന് പറയാമോ പ്രഭുജി? ഗംഗായാം അനാദൃത്യാദിരാട് ശ്രിയം. അനാദൃത്യാദിരാട് ശ്രിയം. രാഷ്ട്രീയം. ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് കറക്റ്റ് മനസ്സിലാവില്ല. ഓക്കെ, കുഴപ്പമില്ല. ശശീല മാതാജി. ഹരേ കൃഷ്ണ. സമ്രാട് കശ്യവഹിതോ പാണ്ഡുനാം മാനവർദ്ധനാം പ്രയോപവിഷ്ടോ ഗംഗയാം അനാദ്യത്യരാഷ്ട്രീയാം ശ്രിയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. സാമ്രാട് കസ്യവോ ഹോതോ പാണ്ഡുവാനം മാനവർദ്ധനഃ പ്രായോപരിഷ്ടോ ഗംഗായ
ഗംഗായ ധൃത്യ രാഷ്ട്രീയഃ. ശ്രിയം എന്നാണ്. ആ, ഗംഗായ ഗംഗായ അനാദൃത്യാദിരാട് അനാദൃത്യ ശ്രിയം. ഗംഗായ വിരാട് ശ്രിയം. രാഷ്ട്രീയം. ഓക്കെ. മാതാജിയുടെ ആ സുഹൃത്തുക്കൾ ആരും വന്നില്ലല്ലോ മാതാജി, ക്ലാസ്സിലൊക്കെ അവരെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട്. വന്നില്ലല്ലേ? ആ, ഉം. അവര് വന്നിട്ടില്ല. അവർക്ക് കയറാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. അവര് മോള് വരുമ്പോ നോക്കിട്ട് കയറാന്നാ പറഞ്ഞേ. അവർക്ക് പിന്നെ അറിയില്ലല്ലേ. ഒരു മാതാജി അങ്ങനെയാണെങ്കിൽ പിന്നെ ഉഷാമണി നേരത്തെ മാതാജിക്ക് സഹായിച്ചു കൊടുക്കാമല്ലോ അവർക്ക്. ഉഷാമണി മാതാജിക്ക് അവരുടെ മാതാജിയുടെ ഫ്രണ്ട് അല്ലേ അവരൊക്കെ. മണി മാതാജി, ബിന്ദുമണി മാതാജിയും ഷീജ മാതാജിയാ. മാതാജിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. അവരുടെ അടുത്ത ഗഡികളാണ് മാതാജിയുടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതാജി ഹെൽപ്പ് ചെയ്തോളൂ. ഇനി അടുത്ത ആരെങ്കിലും വരാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഉഷാമണി മാതാജി ഹെൽപ്പ് ചെയ്തോളൂ അവരെ. മാതാജിക്ക് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളതാണ്. അറിയ പ്രഭു, ഞാൻ പറയാം. ആ, ഞാനേ ബിന്ദു കാര്യവർക്കല്ല, മംഗളമാതാജിയുടെ വീട്ടിലേക്ക് പോകണ്ടേ. അതെയോ. അവിടെ നാളെ വന്നാലേ മംഗളമാതാജി. പ്രോഗ്രാം ഉണ്ട്. മെയ് 1 ജയശശിപ്രഭു വരുന്നുണ്ട് അതിന്റെ വളാഞ്ചേരി ഒരുക്കങ്ങളാണല്ലേ. മംഗളമാതാജിയുടെ വീട്ടില്. അപ്പൊ കായവർക്കിന്റെ ശർക്കര വരട്ടിക്ക് എന്റെ തലല്ല. അതെ അതിന് അല്ലേ. ഡേറ്റ് ഇല്ലല്ലോ. ജോലിക്കും പോണം, ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ടേ. അതെ ഇപ്പൊ അതെ അതെ. കായവർക്കനും ക്ലാസ്സുകൾക്കും കൂടെ ഒരുമിച്ച് ചെയ്യുന്നേ. ഓക്കെ, ഞാൻ എന്തായാലും പറയാം, നടക്കട്ടെ. ബിന്ദു മാതാജിയുടെ അടുത്തും ഷിജ മാതാജിനോടും ഞാൻ പറയാം. എങ്ങനെയാണ് കയറുന്നതെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ബോൾ. അപ്പം ശ്രീല പ്രഭാതയുടെ പദാനുപദ തർജ്ജമ ജയ് ശ്രീല പ്രഭാത്. അദ്ദേഹം സമ്രാട്ട് ചക്രവർത്തി കസ്യ എന്തിനു വേണ്ടി വാ അഥവാ ഹേതു പാണ്ഡൂനാം പാണ്ഡവപുത്രൻ മാന വർധന കുടുംബത്തെ സമ്പന്നമാകുന്ന ഒരുവൻ ഉപവസിച്ചുകൊണ്ട് ഉപവിഷ്ടനായി ഗംഗാതീരത്ത് അനാദൃത്യ ഗൗനിക്കാതിരിക്കുക, അവഗണിക്കുക, അതിരാട്ട് സാമ്രാജ്യം പ്രാപ്തമാക്കി ശ്രീയം സമ്പത്ത് അല്ലെങ്കിൽ ധനസമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. പരീക്ഷിത് മഹാരാജാവ് സർവ്വ ഐശ്വര്യങ്ങളെ അധീനത്തിലാക്കിയ പ്രബലനായ ചക്രവർത്തിയായിരുന്നു. പാണ്ഡുവംശത്തിന്റെ യശസ് ഉയർത്തും വിധം ഉത്തുംഗനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം സർവ്വത ഉപേക്ഷിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഉപവിഷ്ടനായത് എന്തുകൊണ്ടാണ്? ഹരേഷ്ണ, അതിന്റെ ഭാവാർത്ഥം കൃഷ്ണമാരി മാതാജി. സർവ മഹാസാഗരങ്ങളുടെയും ഭുവനത്തിന്റെയും ചക്രവർത്തിയായിരുന്നു മഹാരാജാവ് പരീക്ഷിത്. മാത്രമല്ല, അപ്രകാരമുള്ള ഒരു സാമ്രാജ്യം നേടുന്നതിൽ യാതൊരു വിഷമവും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ടുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായ മഹാരാജാവ് യുധിഷ്ഠിരിൽ നിന്നും ഭ്രാതാക്കളിൽ നിന്നും അനന്തരാവകാശമായി ലഭിച്ചതാണ് സാമ്രാജ്യം. മാത്രവുമല്ല, അദ്ദേഹം ഭരണം നല്ല രീതിയിൽ നിർവഹിക്കുകയും അദ്ദേഹത്തിന്റെ പിതാമഹന്മാരുടെ നാമങ്ങളെ സമൂല്യമായി നിലനിർത്തുകയും ചെയ്തു. തൽഫലമായി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇല്ലായിരുന്നു. എന്നിരിക്കെ എന്തുകൊണ്ടാണ് അർജിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഗംഗാ നദീതീരത്ത് ഉപവിഷ്ടനായത്? ആകയാൽ ആശ്ചര്യജനകമാംവിധം അപ്രകാരം പ്രവചിച്ചെന്നെ ഹേതു എന്നറിയാൻ സർവരും ഉത്സുകരാണ്. ഹരേ കൃഷ്ണ. ഇദ്ദേഹം ആരായിരുന്നു? വെറും സാധാരണക്കാരൻ ഒരാളല്ല, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു അല്ലെ. ഇന്ന് പ്രപഞ്ചം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ പ്രപഞ്ചത്തില് ഈ കലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇല്ലായിരുന്നു അല്ലെ. അവസാനം എന്ത് ചെയ്തു? കലി ഡിമാൻഡ് വെച്ചില്ല, സ്വർണത്തിൽ ഇരിക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. അങ്ങനെ സ്വർണത്തിൽ കയറി ഇരുന്നിട്ടാണല്ലോ ഭഗവാന്റെ പരീക്ഷത്തിന്റെ കിരീടത്തില് ഒരു സ്വർണം ആരാണ്? ജരാസന്ധന്റെ കിരീടത്തിൽ. അങ്ങനെയാണ് ഈ കലി ആ സ്വർണത്തിൽ കയറി ഇരിക്കുന്നതും ഇദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത്. അപ്പൊ ഈ ധർമ്മത്തിന്റെ 4 സ്തൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യം, ദയ എന്താണ്? ഈ മത്സ്യമാംസാദികളെ ഭക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തികൾ അദ്ദേഹത്തിന്റെ പ്രപഞ്ചത്തിലായിരുന്നു. അപ്പൊ നോക്കിയ രാജാവ് എത്ര നല്ല ധർമ്മിഷ്ഠനായതുകൊണ്ടാണ് ഒരു പ്രജകളും മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവർ ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത എന്താണ്? അദ്ദേഹത്തിന്റെ തപസ് എന്താണ്?
എന്തിനെയാണ് കുറിക്കുന്നത്? നമ്മൾ 4 യമനിയമങ്ങൾ പാലിക്കണം എന്ന് പറയില്ല. ആ യമനിയമങ്ങളിലെ ഒന്ന് നമ്മൾ കണ്ടു. പിന്നെ അടുത്തത് എന്താണ്? തപസ്, മദ്യം, അതുപോലെയുള്ള മയക്കുമരുന്നും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് ഇല്ലായിരുന്നു. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? തപശ്ചര്യ നഷ്ടപ്പെടും. പിന്നെ അടുത്തത് എന്താണ്? ശുചിത്വം അല്ലെങ്കിൽ എന്താണ് ക്ലീൻലിനെസ് എന്ന് പറയുന്നത് എന്താണ്? വേശ്യാവൃത്തി അല്ലെങ്കിൽ പരസ്ത്രീ ഗമനം അല്ലെങ്കിൽ പരപുരുഷ ഗമനം അങ്ങനത്തെ ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ശുചിത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തെന്താണ്? അടുത്ത ഒരെണ്ണോട് ബാക്കിയുണ്ടല്ലോ, എന്താണ്? സത്യം എന്താണ്? ചൂതുകളി. എവിടെയെങ്കിലും ചൂതുകളി ഉള്ളിടത്ത് എന്താണ്? സത്യം എന്ന് പറയുന്നത് പോകും അല്ലെ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? ഈ സത്യസന്ധതയൊക്കെ വിട്ടുപോകും അല്ലെ? നമ്മള് എല്ലാവരെയും പണയം വെച്ച് അങ്ങനെ നമ്മുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെടും. അപ്പൊ സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഭവം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ധർമ്മത്തെ പിടിച്ചിരുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം. ഭരിച്ചിരുന്ന പ്രപഞ്ചം മുഴുവനും ധർമ്മത്താൽ എന്താണ്? സ്ഥാപിതമായ ഒരു പ്രപഞ്ചമാണ്. അപ്പം കലിപുരുഷന് കയറാനായിട്ട് അവിടെ എങ്ങും ഒരു ഗ്യാപ്പ് ഇല്ല. കലി കയറുന്നത് എങ്ങനെയാണ്? ഇതിന് എന്തെങ്കിലും ഒരു ഇൻബാലൻസ് തോന്നുന്ന സമയത്താണ് എന്താണ്? കലി അവിടെ പ്രവേശിക്കുന്നത്. അപ്പം കലി അവിടെ പ്രവേശിക്കാനായിട്ട് എന്ത് ചെയ്തു? ഒരേ ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ. അങ്ങനെ കലി പരീക്ഷത്തിന്റെ കിരീടത്തിൽ കയറുകയും അങ്ങനെ പരീക്ഷത്തിന്റെ അവസാനത്തോടു കൂടി കലിയുഗം തുടങ്ങുകയാണ് ചെയ്തത് അല്ലെ? ആ കലിയുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്, കലിയുഗത്തില്. അപ്പൊ നമുക്കൊക്കെ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് ഈ കലിയുഗത്തില് എന്താണ്? ഇതേ ഈ ഈ പരീക്ഷിത് മഹാരാജാവിൽ കൂടെ നമ്മള് സുഖബ്രഹ്മർഷിയിൽ നിന്ന് കേൾക്കാൻ സിദ്ധിച്ച ഈ ശ്രീമദ് ഭാഗവതം ശ്രവണം, അതുപോലെ അതിനെപ്പറ്റിയുള്ള ചർച്ച, അതിലെ ശ്ലോകങ്ങൾ വായിക്കുക, വിവർത്തനം വായിക്കുക, ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് അല്ലെ? എത്രയോ പേര് എന്താണ് നമുക്കറിയാമല്ലേ? ഈ ഭൗതിക ലോകത്ത് നമ്മളുടെയൊക്കെ ചുറ്റും എത്രയോ പേരുണ്ട് അല്ലെ? അവർക്ക് എത്ര പേർക്ക് വരാണ്ട് തോന്നുന്നുണ്ട്? ഭാഗവതം ഒരു ശ്ലോകം വായിക്കാൻ തോന്നുന്നുണ്ട്, അതിലൊരു കഥ കേൾക്കാൻ തോന്നുന്നുണ്ട് അല്ലെ? വളരെ കുറച്ചാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ എന്താണ്? ഡയമണ്ട് ആണ്. ഡയമണ്ടിന് വേണ്ടിയിട്ട് പോകുന്നവരാണ്. മറ്റുള്ളവർ എന്താണ്? വെറും കുപ്പിച്ചില്ലുകൾ പെറുക്കി നടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ആണ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അല്ലെ? നമ്മൾ ഇതിൽ ഇത്രയും സമയം പോയി, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് കിടന്ന് ഉറങ്ങാമായിരുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. കാര്യം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡയമണ്ട് ആണ്, സാക്ഷാൽ ഭഗവാനാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത് അല്ലെ? ആ ഒരു ഇതിൽ തന്നെ വേണം നമ്മൾ എപ്പോഴും ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ശ്ലോകം 11. നമന്തി യൽപാദ നികേതമാത്മനഃ ശിവായ ഹാനീയ ധനാനി ശത്രവഃ കഥം സവീരഃ ശ്രിയമംഗ ദുസ്ത്യജാം യുവൈഷതോൽ സൃഷ്ടു മഹോസഹാസുഖീം. നമന്തി യൽപാദ നികേതമാത്മനഃ ശിവായ ഹാനീയ ധനാനി ശത്രവഃ കഥം സവീര ശ്രിയമംഗ ദുസ്ത്രിജാം യുവൈഷതോൽ സൃഷ്ടുമഹോ സഹാസുഖീ സുഭിഹി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണ. നമന്തി യത്പാദ നികേതമാത്മന ശിവായ ഹാനിയധനാനി ശത്രവഃ കഥം സവീര ശ്രിയമംഗദുസ്തജാം യുവൈഷതോ സൃഷ്ടുമഹോ സഹാസുഭിഃ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. സമന്തിയതുപാദസംഗേതമാത്മന ശിവായ ഹാനിയ ധനാനി ശത്രവഃ കഥം സംവീര്യാമാണ്ഡവ സുധാ ദുസ്ത്യജാം യോ വൈഷ്ണവോ സൃഷ്ടമഹോ സഹാ സുഭിഃ. കൃഷ്ണ പ്രഭു. ശ്രീലപ്രഭാതയുടെ പദാനുപത തർജ്ജമ ജയ ശ്രീലപ്രഭാത്. നമന്തി വണങ്ങുന്നു, യത്പാദ ആരുടെ പാദം, നികേതം കീഴിൽ, ആത്മന സ്വന്തം, ശിവായ ക്ഷേമം, ഹാനിയ പതിവായി വരുത്തുക, ധനാനി സമ്പത്ത്, ശത്രവ ശത്രുക്കൾ, കഥം ഏത് കാരണത്താൽ,
അദ്ദേഹം വീരോത്തമായ ശ്രീയം ഐശ്വര്യങ്ങൾ ധനസമൃദ്ധി അംഗ ഓ ദുസ്ത്യജാം ദുസ്ത ദുസ്തരം യുവ പൂർണ്ണ യൗവനം ഐഷത കാംക്ഷിച്ചു സൃഷ്ടം ഉപേക്ഷിക്കുക അഹോ ആശ്ചര്യം സഹ സമേതനായി അസുഭി അസുഭിഹി ജീവിതം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് ജയ ശ്രീലപ്രഭുപാദ്. പരീക്ഷിത് മഹാരാജാവിന്റെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വന്ന് കണ്ട് അവരുടെ സമസ്ത സമ്പത്തുകളും സ്വക്ഷേമാർത്ഥം പരീക്ഷിത് മഹാരാജാവിന്റെ കാൽക്കൽ വെച്ച് വണങ്ങത്തക്ക വിധം മഹാനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. പൂർണ്ണ യൗവനയുക്തനും മഹാശക്തനും ദുസ്തരങ്ങളായ രാജകീയ സമ്പത്തുകൾ അധീനതയിലാക്കുന്നവനുമായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ആകയാൽ എന്തുകൊണ്ടാണ് തന്റെ ജീവൻ ഉൾപ്പെടെ സർവ്വവും ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനായത്? അപ്പൊ ഇവിടെ ഈ ശൗനക ഋഷി നമ്മളുടെ സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ് അല്ലെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രപഞ്ചത്തിന്റെ ഉടമയായിട്ടും അതുപോലെ തന്നെ ഇത്രയും പരിചാരകളും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലെ, എല്ലാ സാമഗ്രികളും ഉണ്ടായിരുന്നു. ശക്തനാണ്. അതുപോലെ തന്നെ മഹാനായ രാജാക്കന്മാർ വരെ ചക്രവർത്തിയുടെ മുൻപിൽ എന്താണ് അവരുടെ സ്വത്തുക്കളൊക്കെ അടിയറവ് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ എത്ര വിശ്വാസമാണ്, എത്ര ധർമ്മിഷ്ഠനാണ് ഇദ്ദേഹം എന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള അദ്ദേഹം എന്താണ് ഈ സർവ്വ സുഖങ്ങളും സമ്പത്തുകളും രാജ്യവും എല്ലാം വെടിഞ്ഞ് എന്താണ് ഇതുപോലെ തന്നെ അദ്ദേഹം ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് സറണ്ടർ ആയത് എന്നാണ് ഇവിടെ ഈ ശൗനക ഋഷി സൂതഗോസ്വാമിയോട് വീണ്ടും ചോദ്യം ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ അതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. കൃഷ്ണകുമാരി മാതാജി വീണ്ടും. കൃഷ്ണകുമാരി മാതാജി ഉറങ്ങിയില്ലല്ലോ. അനിഷ്ടകരങ്ങളായ യാതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഇല്ല പ്രഭു, ഇല്ല വായിക്കുവാ, കേൾക്കുന്നില്ല പ്രഭു. അനിഷ്ടകരങ്ങളായ യാതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ശാന്തസുന്ദര യൗവനയുക്തനുമായ അദ്ദേഹത്തിന് അധികാരത്തോടെയും ധനാഡംബരങ്ങളോടെയും ജീവിതം ആസ്വദിക്കാൻ സാധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സ്വക്ഷേമാർത്ഥം അദ്ദേഹത്തെ സന്ദർശിച്ച് അവരുടെ സമസ്ത സമ്പത്തുകളും ബലനും മഹാശക്തനും ധീരോദാത്തനുമായിരുന്നു എന്നതിന് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മഹാരാജ ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം സമൃദ്ധ സമ്പന്നമായിരുന്നു. സർവ്വ നദികളും പർവ്വതങ്ങളും വിഭവസമൃദ്ധമായി നിലനിന്നിരുന്നു. ഭൗതികമായി സർവ്വ സമൃദ്ധമായിരുന്നു. ജീവനും രാജ്യം സമർജിതമല്ല ത്യജിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. ഇവയെക്കുറിച്ചെല്ലാം ശ്രവിക്കുന്നതിന് കൃഷ്ണ അത്യധിക ഉത്സുകരാണ്. ഹരേ കൃഷ്ണ. നമ്മൾ ഈ പരീക്ഷത്ത് കാണിച്ചതുപോലെ തന്നെ നമ്മള് വേറൊരു അവതാര പുരുഷനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ എല്ലാം ത്യജിച്ചിട്ട് പോകുന്നത്. അതാരായിരുന്നു? അല്ലല്ല ബലി മഹാരാജാവാണ്. അല്ല, അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ തന്റെയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പറ്റിപ്പോയത് ബലി മഹാരാജാവ്. ഭഗവാൻ ആ അഹങ്കാരത്തെ വന്ന് എടുക്കുകയല്ലായിരുന്നു ചെയ്തത്. പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ആണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു അല്ലേ. ഭഗവാൻ അളന്ന് ഭഗവാന്റെ ആണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്തു. നിന്റെ അല്ല. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ട് നമ്മുടെയാണ് ഈ സ്വത്തും ഇതെല്ലാം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ അല്ല എന്നുള്ള വളരെ നിഷ്പ്രയാസം ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു. ആരാണ് സർവ്വതും ഉപേക്ഷിച്ചിട്ട് ഒരു യാത്ര തിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന നക്ഷത്രമായിട്ട് നിന്ന ആളാണോ പ്രഭു? പേര് പറയാൻ പറ്റുന്നില്ല. ശ്രീരാമചന്ദ്ര ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. വളരെ സിമ്പിൾ അല്ലേ. അദ്ദേഹത്തിന്റെ രാജ്യം അല്ലേ, അവിടെ വേണമെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നു അല്ലെ. എനിക്ക് രാജ്യം വേണം, എനിക്ക് സ്വത്തുകൾ വേണം, എനിക്കിതെല്ലാം അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാമായിരുന്നു അല്ലെ. പിതാവിന്റെ ആജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിതാവ് അത് ഫോഴ്സ്ഫുള്ളി ആണ് സമ്മതിച്ചത് അല്ലെ, ഡയറക്ട്ലി എഗ്രി ചെയ്തതല്ലോ.
ഉടനെ വേണമെങ്കിൽ കൗസല്യാദേവി പറഞ്ഞു, എന്റെ അധികാരം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിനക്ക് വീണ്ടും രാജ്യം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ടൊക്കെ അദ്ദേഹം ആ രാജ്യം തിരസ്കരിച്ചിട്ട് പോരുവാണ്. സർവ്വതും ആ കൊട്ടാരത്തിലെ ആ പ്രപഞ്ചം മുഴുവൻ ഈ ഭാരതം ഭരിച്ച ഭരത മഹാരാജാവിന്റെ ആ പരമ്പരയിൽ വന്നതാണല്ലേ. പക്ഷെ എന്ത് ചെയ്തു, ആ ഈ ഭാരതം മുഴുവൻ, ഈ ജംബുദ്വീപ് ഫുള്ള് കൈക്കലായിരുന്നിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു, പ്രപഞ്ചത്തിന്റെ ഉടമയാണല്ലേ ഭഗവാൻ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അവർ അവതാരത്തിന്റെ ഇതനുസരിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഭഗവാൻ ഉപേക്ഷിച്ചു അല്ലെ. അച്ഛനമ്മമാരെയും സ്വത്തുക്കളും സ്വർണവും സമ്പത്തും പരിചാരകന്മാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിച്ചു, കാവ്യവസ്ത്രം ധരിച്ച് എന്ത് ചെയ്തു, വനവാസത്തിന് പോയി. ഇതേപോലെ തന്നെയാണ് പരീക്ഷത്തും ചെയ്തത് അല്ലെ. ഈ 10 ദിവസമാണെങ്കിൽ നമുക്ക് ആ മരിക്കുന്ന ആ സമയത്ത് പോലും നമ്മളെ സുഖസൗകര്യം ആ ഒരു തൊട്ട് മുൻപേ പോലും നമ്മൾ ആരും വെടിയാനായിട്ട് തയ്യാറാകുന്നില്ല അല്ലെ. അപ്പം നമുക്ക് വേറൊരാളെ അറിയാം, എന്താണ്, വെറും 45 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു നിമിഷം എന്ന് പറയാൻ 45 മിനിറ്റ് മാത്രമേ ജീവൻ അവശേഷിക്കുള്ളൂ എന്ന് മനസ്സിലായിട്ട് ആ സമയം കൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്ത വേറൊരു രാജാവുണ്ട്. ആരായിരുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എംപോസിഷൻ? ഉഷാമണി മഹാരാജിന്റെ കായ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ, എംപോസിഷൻ പേടിച്ച്. ജഗസാക്ഷി പ്രഭുവിനൊക്കെ കൊടുക്കേണ്ടതാ ഞാൻ ഈ പറയുന്ന പൊട്ടത്തരൊക്കെ കേട്ടിട്ട്. ആരാണ്? ഞാനിപ്പോ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അപർണ മാതാജിക്ക് അറിയാൻ വഴിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ എന്നാ പാട്ട് പാടാം. അതായത് ഒരു നിമിഷം മാത്രം ജീവിച്ചിരിക്കുകയുള്ളെന്ന് അറിഞ്ഞിട്ട് ആ നിമിഷം എന്ത് ചെയ്തു, ഭക്തിയുത സേവനം ചെയ്തിട്ട് തിരിച്ചുപോയ ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട് ഭാഗവതത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് ഖഡ്വാങ്കൻ എന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വിധി, ഒട്ടല്ല നിൻ കളിപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ, നാരായണായ നമഃ. ഖഡ്വാങ്കനാണ് കേട്ടോ. നമ്മൾ കണ്ടു അല്ലെ, എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന 3-4 എക്സാമ്പിൾ ഈ പരീക്ഷത്തിനെ പോലെ കണ്ടു അല്ലെ. 7 ദിവസം അല്ലെ 7 ദിവസം. അത് ആർക്ക്? ഖഡ്വാങ്കന് ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 45 മിനിറ്റ്. ഇദ്ദേഹത്തിന് 7 ദിവസം. നമുക്ക് അറിയാനേ വയ്യ എത്ര ദിവസം. നമുക്ക് ആർക്കും അറിയാവുന്ന എന്നാ നമ്മൾ പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അതുകൊണ്ട് അറിയാത്ത സ്ഥിതിക്ക് എന്താണ്, നമുക്ക് എന്താണ് ഇനിയുള്ള ഓരോ നിമിഷവും അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം മുഴുവനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഈ ഭഗവാനിലേക്ക് സറണ്ടർ ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് പോകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സന്യാസമൊന്നുമില്ല. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന് കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മളിപ്പോ ഓരോരുത്തരും വൈഷ്ണവസം പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും തെളിയിക്കുകയാണ് അല്ലെ. നമ്മളെ ചുറ്റോടി സാമൂഹിക ജീവികളെ ആരെങ്കിലും നമ്മൾ വെടിയുന്നുണ്ടോ? കുടുംബാംഗങ്ങളെ വെടിയുന്നില്ല, മക്കളെ വെടിയുന്നില്ല. അവരെല്ലാം കൃഷ്ണാവബോധത്തിലേക്ക് വഴി തെളിച്ചു കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത് അല്ലെ. ഒരു പിതാവിന്റെ കടമ അദ്ദേഹത്തിന് എന്താണ്, വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്ത് വൈഷ്ണവനാകാൻ പ്രാക്ടീസ് ചെയ്യണ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും എന്താണ് ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പിതാവിന്റെ ധർമ്മമാണ്. അതേപോലെ തന്നെ ഒരു മാതാവിന്റെ ധർമ്മമാണ് അല്ലെ. കുട്ടികളെ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള കുട്ടികള് എന്താണ്, നമുക്ക് പ്രഹ്ലാദനെ അറിയാം, ധ്രുവനെ അറിയാം, ഒരിക്കലും അവര് എന്താണ് വ്യതിചലിക്കില്ല. ഭഗവാന്റെ കാര്യം ചെറുപ്പത്തിലെ ഗർഭത്തിൽ നിന്ന് മനസ്സിലാക്കിയ എത്രയോ പേരെ പറ്റി നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലെ. ഗർഭത്തിൽ വെച്ചിട്ട് ഭഗവാനെ പറ്റി കേൾക്കാനായ പ്രഹ്ലാദന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതൊക്കെ കണ്ട് അതുപോലെ നമ്മൾ അഭിമന്യുവിന്റെ കാര്യം കണ്ടു അല്ലെ. ഗർഭത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പത്മവ്യൂഹത്തിന്റെ വിദ്യ, അത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അല്ലെ. അപ്പം ഇതൊക്കെ തന്നെ നമ്മള് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും എന്താണ്, നമ്മള് ഇപ്പോൾ ഈ അവസരം കിട്ടിയല്ലേ. പിന്നീട് നമ്മള് വാർദ്ധക്യത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അത് ചെയ്യാം, 75 വയസ്സ് കഴിഞ്ഞ് ചെയ്യാം. 75 വയസ്സ് 2 കാലിൽ എണീറ്റ് നിൽക്കുമല്ലോ എന്ന് പോലും അറിയില്ല. വാദം, പിത്തം, കഫം എന്ന് വേണ്ട ഉള്ള അസുഖങ്ങൾ മുഴുവനുണ്ട്. നേരെ ചൊവ്വേ എണീറ്റ് നടക്കാതെ എങ്ങനെ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യും? ഒരിക്കലും സാധ്യമല്ല അല്ലേ. അപ്പോൾ ഒട്ടും നമ്മൾ വൈകിട്ടില്ല. നമുക്ക് എന്താണ് 7 ദിവസമാണോ 1 നിമിഷമാണോ നമ്മളുടെ ആയുസ്സെന്ന് നമ്മൾ അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ്, നമുക്ക് ഇനി ബാക്കിയുള്ള സമയം ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുള്ള എത്രയാണോ ഇത്രയും സമയം ഭഗവാന്റെ സേവ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക.
നമ്മളിപ്പം ഈ ഈ പരീക്ഷത്തും ഇവരൊക്കെ ചെയ്തതുപോലെ തന്നെ ഭരത മഹാരാജാവ് രാജ്യം മുഴുവൻ ഉപേക്ഷിച്ച് തപസ് ചെയ്യാനായിട്ട് പോയി. അതുപോലെ തന്നെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് നമുക്കറിയാം രാജ്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് പോയി അല്ലെ. അവിടെ വെച്ചിട്ടാണ് ആര് ശപിച്ചത്? കഷ്ടം ഭവാനിയൊരു പാണ്ഡ്യൻ ഭജിച്ചളവകസ്ത്യേന നീബത ശപിപ്പിച്ചതെന്തിനഹ നക്രേണ കാൽക്കഥ പഠിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ. എന്താണ്? പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഈ വാനപ്രസ്ഥത്തിനായിട്ട് പോയി അവിടെ ഇരുന്ന് തപസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള അഗസ്ത്യമുനി ആഗതനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തപസ്സിൽ ഭഗവാനെ ധ്യാനിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം ഗുരു വന്നത് അറിഞ്ഞില്ല. അപ്പൊ ഗുരുവിന് ദേഷ്യം തോന്നി. ഗുരു ശപിച്ചു, നീ ഒരു ആനയായി പോകട്ടെ എന്ന്. അങ്ങനെ ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞ ഭാഗവത്തിലെ ആ ഭാഗം നമ്മൾ പലതവണ കണ്ടതാണ്, ഗജേന്ദ്രമോക്ഷം. അതുപോലെ തന്നെ വേറെ ആരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്? ഭരത മഹാരാജാവ്. ഈ ഭാരതം എന്നുള്ള പേര് വരാൻ സാധിച്ച ഭരത മഹാരാജാവ് രാജ്യം മുഴുവൻ ഉപേക്ഷിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? തപസ് ചെയ്യാനായിട്ട് പോയി. അവിടെ വെച്ചിട്ടാണ് ആരുമായിട്ട് അസോസിയേഷൻ ഉണ്ടായത്? ആരുമായിട്ടാണ്? അത് ആ ഉത്തരം വേറെ ആരും പറയരുത്. നമ്മുടെ ഉത്തമ ഭക്തി മാതാജിക്ക് വ്യക്തമായിട്ട് അറിയാം. കാര്യം മാതാജി അതിന്റെ പേരിൽ എന്നോട് കുറെ വഴക്കുണ്ടാക്കിയതാണ്. മാതാജി ഇതേ എന്തായാലും കാവറത്ത് ഉത്തരം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, കാവറത്ത് കരയുന്നേ ഉള്ളൂ. ആ എന്താണ് ആരോ പറഞ്ഞത്? ഉത്തരം ആരോ പറഞ്ഞായിരുന്നു? മാനുമായിട്ടുള്ള സഹവാസം. മാന്യമായിട്ട് അല്ലേ? അപ്പൊ അപ്പൊ എന്നോട് ഒരുപാട് തർക്കിച്ച് ആർഗ്യൂ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് വളരെ കുറച്ചുള്ളൂ, മറ്റു പലരും. അപ്പൊ അങ്ങനെ എന്താണ് അദ്ദേഹം എന്താണ് സംഭവിച്ചത്? അവസാനം ആരോട് അറ്റാച്ച്മെന്റ് തോന്നി? ഒരു മാൻകുട്ടിയോട്. അതായത് ആ സമയത്ത് ഒരു പുഴയിൽ വെള്ളം പൊങ്ങി അതുവഴി എന്താണ് ഒരു മാൻ പ്രസവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടി അവിടെ കരയ്ക്ക് നിൽക്കുകയും ബാക്കി അതിന്റെ അമ്മയെ വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടിയെ പരിചരിച്ചു. ആ കുട്ടിയോട് അറ്റാച്ച്മെന്റ് തോന്നി. അങ്ങനെ ജീവൻ പോകാൻ നേരത്ത് ഈ മാൻകുട്ടി എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്കയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നത്തെ ജന്മം മാനായിട്ട് പിറക്കേണ്ടി വന്നു. അങ്ങനെ മാനായിട്ട് പിറന്നാലും അദ്ദേഹത്തിന് അതീന്ദ്രിയാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഈ വന്യജീവികളുടെ ഒന്നും അടുത്ത് പോകാതെ ആശ്രമ പരിസരങ്ങളിൽ കൂടി ആ ഒരു ജീവിതം തീർത്തു. അങ്ങനെ ആ മാനിൽ നിന്ന് അദ്ദേഹം പിന്നെ അടുത്ത ജന്മം ജഡഭരതനായിട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ എങ്ങോട്ട് പോകുന്നത്? തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെ. മോക്ഷം കിട്ടാണ്ട് 3 ജന്മം എടുത്തു. ഈ അറ്റാച്ച്മെന്റ് ആണ് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുവാണ് അല്ലെ. അപ്പൊ ഭഗവാനോടാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തീർച്ചയായിട്ടും പോകാം എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്തത് 8 മണിയായി. നമ്മൾ അടുത്ത ശ്ലോകം കൂടി വേഗം എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്ലോകം 12. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യാ ഉത്തമ പരായണ ജനാ ജീവന്തി നാമാർത്ഥമസൗ പരാശ്രയം മാമോച നിർവിദ്യ കൃത കളേവരം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യാ ഉത്തമ പരായണ ജനാം ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം മാമേച നിർവിദ്യ കളേവരം. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ ഉത്തമ ലോകമസൗ പരാശ്രയം മുമേച നിർവിദ്ധ കൃത കലേവരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കതിന്റെ പദാനുപദ തർജ്ജമ നോക്കാം. ശിവായ ക്ഷേമം ലോകസ്യ സർവ്വ ജീവാത്മാക്കളും ഭവായ അഭിവൃദ്ധിപ്പെടുത്താനായി ഭൂതയെ സാമ്പത്തിക പുരോഗതിക്കായി ആരൊരുവനാകുന്നു.
ഉത്തമ ശ്ലോക പരായണ പരമദിവ്യോത്തമപുരുഷന്റെ ഹേതുവിനായി സമർപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ ജീവന്തി ജീവിക്കുക ന എന്നാൽ അല്ല, ആത്മ അർത്ഥം സ്വതാൽപര്യാർത്ഥം അസു അത് പര ആശ്രയം മറ്റുള്ളവർക്ക് അഭയമായി മുമോച ഉപേക്ഷിച്ചു നിർവിദ്യ എല്ലാ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരുന്നു. ഇതഹ എന്ത് കാരണത്താലാണ് കളേവരം മർത്യ ശരീരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ആരാണോ പരമദിവ്യോത്തം പുരുഷൻ ഹേതുവായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനും പുരോഗതിക്ക് സന്തോഷത്തിനുമായി സ്വജീവിതം പ്രതിജ്ഞാർപ്പിതം ചെയ്തിരിക്കുന്നത്, അവർ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കായും ജീവിക്കുന്നില്ല. ആകയാൽ ചക്രവർത്തി സർവ്വവിധ ഭൗതിക വിഭവ അഭിനിവേശങ്ങളിൽ നിന്ന് സ്വതന്ത്രനായതിനാൽ മറ്റുള്ളവരുടെ അഭയകേന്ദ്രമായി നശ്വര ശരീരത്തെ ത്യജിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമാകും? ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. പരമദിവ്യോത്ത പുരുഷന്റെ ഭക്തനാകിയാൽ പരീക്ഷിത്ത് മഹാരാജാവെ ആദർശയോഗ്യനായ ഉത്തമ രാജാവും ഗൃഹസ്ഥാശ്രമിയുമായിരുന്നു. ഒരു മഹാരാജാവ് പരീക്ഷിത്ത് ഇതിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാകുന്നു. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള സർവ ഭൗതിക ലോകങ്ങളിലും വ്യക്തിപരമായി അദ്ദേഹത്തിന് യാതൊരു അഭിനിവേശവുമില്ല. തന്റെ പ്രജകളുടെ സമഗ്ര ക്ഷേമത്തിൽ തൽപരന രാജാവാകയാൽ സാമാന്യ ജനങ്ങളുടെ ഈ ജന്മത്തിലെ മാത്രമല്ല അനന്തര ജന്മത്തിലെയും നന്മയ്ക്കായി അദ്ദേഹം സദാ ഉത്സുകനായിരുന്നു. ഗോഹത്യ അഥവാ കശാപ്പ് രക്ഷിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷഭേദപരമായ ഭരണകർത്താവായിരുന്നില്ല അദ്ദേഹം. ഭഗവത് ഭക്തനാകയാൽ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിങ്ങനെ സർവ്വവിധ ജീവാത്മാക്കളുടെ സന്തോഷത്തിനായി എപ്രകാരം യഥോചിതമായി ഭരണം നിർവഹിക്കണമെന്ന് അദ്ദേഹത്തിന് സുഗ്രാഹ്യമാണ്. സ്വതന്ത്ര സ്ഥാപിതവും സ്വവിസ്തൃതവുമാണ് സ്വാർത്ഥത. എന്നാൽ അദ്ദേഹത്തിന് ഇത് രണ്ടും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് പരമസത്യത്തെ പരമദിവ്യോത്ത പുരുഷനെ പ്രീതിപ്പെടുത്തുന്നതിലായിരുന്നു താല്പര്യം. രാജാവ് പരമപുരുഷന്റെ പ്രതിനിധിയാകിയാൽ രാജാവിന്റെ താല്പര്യം നിശ്ചയമായും പരമദിവ്യോത്തമ പുരുഷന്റെ താല്പര്യത്തിന് അനന്യമായിരിക്കണം. സർവ്വജീവാത്മാക്കളും പരമപുരുഷനെ അനുസരിക്കണമെന്നും അപ്രകാരം അവർ സന്തോഷമുള്ളവരായി തീരണമെന്നും പരമദിവ്യോത്തമ പുരുഷൻ ചെല്ലുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയാണ് രാജാവിന്റെ അഭിവാഞ്ച. ഇക്കാരണത്താൽ പ്രജകളുടെ പ്രവർത്തനങ്ങളെ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഉതകും വിധം സമീകരിക്കണം. ഒരു രാജാവിന്റെ സുഭരണത്തിൽ കീഴിൽ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കും. ആ സുഭരണ കാലഘട്ട മാനവർ മാംസം ഭുജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കും മനസ്സംതൃപ്തി വരുന്നത് വരെ ധാരാളമായി ഭുജിക്കുന്നതിനാവശ്യമായ ധാന്യങ്ങളും പയസ്സും ഫലമൂലാദികളും പച്ചക്കറികളും ഒക്കെ യഥേഷ്ടമുണ്ട്. സർവ്വ ജീവജാലങ്ങളും ആഹാരം, ആശ്രയം എന്നിവയാൽ സംതൃപ്തരാകയാൽ അവർ നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആവിധം ജീവജാലങ്ങൾ തമ്മിൽ യാതൊരു കലഹത്തിന് ഇടവരാതിരിക്കുകയും ചെയ്യുന്നു. പരീക്ഷിത്ത് ചക്രവർത്തി സമൂല്യനായ രാജാവാകയാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഏവരും സന്തോഷവാന്മാരായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കണ്ടത്? നമ്മള് കണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധർമ്മിഷ്ഠനായും അതുപോലെ തന്നെ ഇത്രയും സ്വത്തുക്കളുടെയും എല്ലാം ഉടമയായിട്ടുള്ള ഒരു രാജാവ് ഇതേപോലെയുള്ള ഒരു തീരുമാനം എടുത്തതെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആർക്ക്? നമ്മളുടെ ഈ ശൗനകർഷികൾക്ക് അല്ലെ. ഇതേ ഒരു സാഹചര്യത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റും? പരിവർത്തനം അല്ലെ. ഒന്നുകിൽ എന്താണ് ചെയ്യുന്നത്? ആ ക്ഷത്രിയ വീര്യം വെച്ചിട്ട് എന്താണ് തക്ഷകനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യുക. കാര്യം ഇദ്ദേഹത്തിന്റെ മകൻ എന്താണ് ചെയ്തത്? ജനമേജൻ. പരീക്ഷത്തിന്റെ മകന്റെ പേര് ജനമേജൻ. അദ്ദേഹം എന്ത് ചെയ്തു? കലിയുഗത്തിൽ ആദ്യം ചെയ്ത കാര്യം എന്താണ്? അദ്ദേഹത്തിന് യുവരാജാവായിരുന്ന സമയത്ത് തന്നെ ചെയ്ത കാര്യമാണ് എന്താണ്? സർപ്പസത്രം നടത്തി. സർപ്പസത്രം നടത്തിയിട്ട് എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സർപ്പങ്ങളും എന്ത് ചെയ്യണം? ആ തീയിൽ എന്ത് ചെയ്യണം? അവസാനം തക്ഷകനെ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിനു മുൻപേ തന്നെ തക്ഷകൻ എന്താണ്? നവനാഗങ്ങളിൽ പെട്ടതാണ് അല്ലെ. നവനാഗ സ്തോത്രം അറിയാം അവർക്ക്. അനന്തം വാസുകിയും ശേഷം പത്മനാഭച കമ്പലം ശംഖപാലം ധാർത്തരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. അപ്പൊ തക്ഷകനും കാളിയും ഒക്കെ തന്നെ അതിലുള്ളതാണ് അല്ലെ. അനന്തം വാസുകിയും ശേഷം പത്മനാഭ കമ്പലം ശംഖപാലം ധാർത്തരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. അങ്ങനെ ആ പറയുന്ന
ആ നാഗങ്ങളൊക്കെ തന്നെ നവനാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, അഷ്ടനാഗങ്ങളിൽപ്പെട്ട ആ, വേറെ അവർക്ക് വളരെ ശ്രേഷ്ഠമായ ആൾക്കാരാണ് അല്ലേ. പക്ഷെ തക്ഷകനെ അവിടെ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ അതിനു മുൻപേ ബ്രഹ്മദേവനും ഒക്കെ ഇടപെട്ട് ആ ഒരു സർപ്പസത്രം അവസാനിപ്പിച്ചു, മഴ പെയ്യിപ്പിച്ചു. ഇന്ദ്രൻ അങ്ങനെ അത് അവസാനം. പക്ഷെ ഒരുപാട് പാമ്പുകൾ വെന്ത് ആ, നേറി മരിച്ചു അല്ലെ. ഇദ്ദേഹത്തിന്റെ പിതാവിനെ തക്ഷകൻ കടിച്ച് ശരീരം പോകേണ്ടി വന്നു. കാര്യം അതിനു മുൻപേ ശരീരം പോയെന്ന് ആർക്കും അറിയാവുന്ന, ഭക്തന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ശരീരം മാത്രമേ ഉള്ളൂ തക്ഷകന് കൊടുത്തുള്ളൂ. അദ്ദേഹത്തിന് ഭഗവാൻ എത്രയോ മുൻപേ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനെ. അത് നമുക്ക് ഭക്തർക്കേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. മകന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. മകന് സർപ്പസത്രം നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് സർപ്പ ശാപമുണ്ടായി. അങ്ങനെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങളും അതുപോലെയുള്ള ഒരുപാട് പീഡകൾ സഹിക്കാൻ വയ്യാതെ നമ്മൾ കേട്ടിരിക്കുന്നത് ഒരു സിനിമയിൽ കണ്ടാണ്. ആധികാരികമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂർ വന്ന് 41 ദിവസം ഭജന ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ അസുഖം മാറിയെന്നാണ് കേട്ടിരിക്കുന്നത്. ഏത് സിനിമയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാ ഭക്തകുചേലയാണോ ഒരു സിനിമയുടെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹവും പത്നിയും കൂടെ വന്ന് എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഗുരുവായൂർ വന്ന് 41 ദിവസം ഭജന ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ എല്ലാം മാറി കിട്ടിയത്. അതിനുശേഷം ഭയങ്കര വലിയ നാഗപ്രതിഷ്ഠകളൊക്കെ തന്നെ നടത്തി. വെട്ടിക്കോട്ട് ആദിമൂല നാഗക്ഷേത്രങ്ങളൊക്കെ നടത്തി ഈ സർപ്പാരാധന തുടങ്ങി അന്ന് മുതല്. പിന്നെ മണ്ണാറിയ സ്ഥലത്ത് ആണ് എന്താ ഉണ്ടായത്, മണ്ണാർശാല എന്ന പ്രതിഷ്ഠിച്ചതും ഒക്കെ നമുക്കറിയാം അല്ലെ. ആദിമൂലം വെട്ടിക്കോട്, പിന്നീട് മണ്ണാർശാല, മണ്ണാറി സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അനന്തനെ. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അദ്ദേഹത്തിന് അവർക്കൊന്നും തന്നെ എന്താണ് ഇത്രയും ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ അവർക്ക് ആർക്കും ഉണ്ടായില്ല. പക്ഷെ പരീക്ഷത്തിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ ഉണ്ടായി? ആരാണോ പരമദിവ്യോത്തമ പുരുഷൻ ഹേതുവായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും സന്തോഷത്തിനുമായി സ്വജീവിതം പ്രതിജ്ഞാർപ്പിതം ചെയ്തിരിക്കുന്നത്, അവർ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കായും ജീവിക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അതിന് എതിരായിട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പോയിട്ടില്ല. അടുത്തത് എന്താണ്? ഈ 7 ദിവസത്തിൽ എങ്ങനെ നല്ല രീതിയിൽ മരിക്കാം എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായിട്ടുള്ള ഈ സർവ സ്വത്തുക്കളിലെ സർവാധികാരങ്ങളും എല്ലാം ഉള്ള വ്യക്തിയാണ് എന്ത് ചെയ്യണം? സർവ്വതും ഉപേക്ഷിച്ചു. ഭാര്യ, മക്കളെ, എല്ലാം, കുടുംബം എല്ലാം ഉപേക്ഷിച്ചു, രാജ്യമെല്ലാം ഉപേക്ഷിച്ചു. ഗംഗാതീരത്ത് വന്നിട്ട് അദ്ദേഹം ഇവർക്കത് എങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പോലും എത്ര ആലോചിച്ച് നോക്കിയിട്ടും ശൗനക ആദി ഋഷികൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പം എങ്ങനെ ഒരു സ്വശരീരത്തെ ഒരാൾക്ക് ത്യജിക്കാനായിട്ട് സാധിക്കും? അപ്പം നമുക്ക് കണ്ടിട്ടുണ്ട് ചില ഇതിലൊക്കെ ഈ രക്തം മാറി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ശ്രീനിവാസന്റെ ആണോ ആരുടെയാണോ എന്ന് അറിയത്തില്ല. രക്തത്തിന്റെ സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ എന്ത് ചെയ്തു? ബ്ലഡ് ക്യാൻസർ ആണ്, മരിക്കുമെന്ന് കണ്ടു അല്ലെ. മരിക്കുമെന്ന് കണ്ടു. അത്രയും നാൾ എന്താണ് ഒരു അടുത്തൂടെ ആരെങ്കിലും പോയിരുന്നോ ചെറുതായിട്ടൊന്ന് വെച്ചാൽ തന്നെ പേടിച്ചിങ്ങനെ വിറയ്ക്കുന്ന ആളാണ്. അത്രയ്ക്ക് പേടിച്ചൂറിനായിട്ടുള്ള ഒരാള് എന്ത് സംഭവിച്ചു? ഞാൻ മരിക്കാൻ പോവുകയാണ്, ബ്ലഡ് ക്യാൻസർ ആണ്, ഇനി വേറൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിൽ എന്താണ് ഭയങ്കര ധൈര്യം വന്നു. എത്ര വലിയ വില്ലൻ വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ നിഷ്പ്രയാസം എന്ത് ചെയ്തു? തീരെ എന്താണ് ബോഡി കൊണ്ടും വീക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ മരിക്കാൻ പോകല്ലേ, അപ്പൊ ഇവരായിട്ട് എന്നെ കൊന്നോട്ടെ എന്നുള്ള രീതിയിൽ അവരെ എതിർക്കുക. വലിയ കൊള്ളക്കാരെയും അവരെയൊക്കെ 5-8 പേരെയൊക്കെ ഒരുമിച്ച് നേരിടുക. ഭയങ്കര എന്താണ് വീക്കായിട്ട് പേടിച്ച് നല്ല ഒരു ഇതായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി, ഒരു കോമാളിയെ പോലെ നടന്ന വ്യക്തി എന്താണ് ഇവരെല്ലാം നേരിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ പരീക്ഷത്ത് എന്താണ് ചെയ്തത്? അങ്ങനെ ഒരു സംഭവത്തിന് ഒന്നും തന്നെ പോയില്ല, ഒരു ഷോ കാണിക്കാനേ പോയില്ല. 7 ദിവസം കൊണ്ട് മരിക്കുകയാണ്. ഖഡ്വാങ്കൻ എന്ത് വിചാരിച്ചു? 45 മിനിറ്റേ ഉള്ളൂ ജീവിതം എന്ന് അറിഞ്ഞപ്പോൾ ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും പാടി അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോയി, വളരെ ബുദ്ധിപൂർവ്വം. അപ്പം ഈ 45 നിമിഷം കൊണ്ട് തരാൻ പറ്റുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തരാവുന്ന ഇന്ദ്രൻ വാക്ക് കൊടുത്തു. കാര്യം എന്താണ്? ഇന്ദ്രന് വേണ്ടിയിട്ട് ഒരു യുദ്ധം നടത്താനായിട്ട് ദേവലോകത്ത് പോയി ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ആവശ്യപ്പെടുവാണ്, അങ്ങേക്ക് എന്താണ് തരേണ്ടത്? ഇതിന്റെ പാരിതോഷികം അങ്ങേക്ക് എന്ത് വേണമെങ്കിലും തരാം, കാര്യം അത്രയും വലിയ ഒരു കാര്യമാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന എന്താണ്? ഇനി എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി, എനിക്ക് ഇനി എത്ര സമയമുണ്ട് എന്റെ ജീവിതം ബാക്കി എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ പറയാണ്,
വെറും ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. ഒരു മുഹൂർത്ത സമയം. മുഹൂർത്ത സമയം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ. അത്രയും സമയമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഒരു മുഹൂർത്ത സമയത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഭഗവാന്റെ അത്രയ്ക്കുള്ള ടൈമേ ഉള്ളൂ അല്ലെ, പെട്ടെന്ന് പോകും. അതിനുള്ളിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ വിചാരിച്ച് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അല്ലെ. നമ്മൾ ആ സമയം കൊണ്ട് നമ്മളൊക്കെയാണ് എന്തൊക്കെ ചോദിക്കും ഇന്ദ്രനെ അടുക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഉർവശി, മേനക, രംഭ, തിലോത്തമ പോരട്ടെ, കുറെ മദ്യപ്പുഴകൾ ഇങ്ങ് പോരട്ടെ, ഇത് പോരട്ടെ, ഹൂറികൾ ഇങ്ങ് പോരട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ആഗ്രഹങ്ങൾ ചോദിക്കും. പക്ഷെ ആ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാര് പരീക്ഷിത്തും ഖഡ്വാങ്കനും ഒക്കെ എന്താണ് ചോദിച്ചത്? അവര് ആ ലോകക്ഷേമത്തിനായിട്ടുള്ള കാര്യം, എല്ലാ പ്രജകൾക്കും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭഗവാനെ പറ്റി കേൾക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവര് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു 14 മിനിറ്റ് കൂടുതൽ എടുത്തു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. പിന്നെ മാതാജി ഒരു സമ്മറി ലാസ്റ്റ് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞു. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ പ്രഭു. പ്രഭു പുരുഷോത്തമ മാസം ആണല്ലേ പ്രഭു? പുരുഷോത്തമ മാസം അതെങ്ങനെയാ പ്രഭു? ഒരു മാസം കേക്കാവോ പ്രഭു? കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം വിട്ടു പോകുന്നായിരുന്നു മാതാജി. എന്റെ നെറ്റിന്റെ തകരാറാണോ അതോ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ശബ്ദം വിടുന്നതായിട്ട്? ഇല്ല ഇല്ല. ഇല്ലല്ല. അപ്പൊ എന്റെ നെറ്റിന്റെ കുഴപ്പം. വീക്ക് എന്ന് എഴുതി ഇടയ്ക്ക് പ്രഭു കാണിക്കുന്നുണ്ട്. പറയണ മുഴുവൻ കേക്കാം, നല്ലോണം കേക്കാം. അതെയല്ല. പറഞ്ഞു മാതാജി, എന്നോട് പറയൂ. പുരുഷോത്തമ മാസേ പ്രഭു പറഞ്ഞില്ലേ, അത് എക്സ്ട്രാ വരുന്ന ഒരു മാസമാണ്. അത് എങ്ങനെയാ ഒന്ന് അത് ഈ മനസ്സിലാക്കി പുരുഷോത്തമ തരുമോ? മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം കൂടുമ്പോഴാണ് പുരുഷോത്തമ മാസം. പുരുഷോത്തമ മാസം വരുന്നത്. 3 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. അതായത് നമ്മൾ കാർത്തിക മാസം കഴിഞ്ഞിട്ടാണ് ഇത് യൂഷ്വലി പുരുഷോത്തമ മാസം വരുന്നത്. പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞാൽ അധിമാസമായിട്ട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട മാസം. അപ്പൊ ഓരോ മാസത്തിന് അതിദേവതയുണ്ട്. ഈ അതിദേവത ഭഗവാന്റെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമാണ്, അതുകൊണ്ട് ആർക്കും ഈ മാസം ശപിക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ മാസത്തിന് ഇനി തൊട്ട് പുരുഷോത്തമ മാസം, എന്റെ മാസം, ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഷ്ണവരും ഈ മുസൽമാനും ഒക്കെ ഫോളോ ചെയ്യുന്നത് ചന്ദ്രമാസമാണ്, ചാന്ദ്രമാസം. സൂര്യന്റെ ഇതിൽ പോകുന്നതാണ് നമ്മൾ അറിയപ്പെടുന്ന കൊല്ലവർഷം കലണ്ടറൊക്കെ. സൂര്യന്റെ ഗതിയിൽ വൈഷ്ണവർ പോകുന്നത് ചന്ദ്രന്റെ ഗതിയിലാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പം നക്ഷത്രങ്ങൾ അറിയാലോ മാതാജിക്ക്, 27 നക്ഷത്രങ്ങളാണ് അല്ലെ. ഇപ്പൊ ഒരു മാസം ആകാനായിട്ട് മൂന്നിന്റെ കുറവുണ്ടല്ലേ. നമുക്ക് ഈ നൊയമ്പൊക്കെ എങ്ങനെയാണ് 15 ദിവസം പുറകോട്ട് മാറുന്ന കാണത്തില്ല ഓരോ വർഷം. കഴിഞ്ഞ വർഷം ഏപ്രിലൊക്കെ ഇരുന്ന അത് അല്ല, ഇത് പ്രാവശ്യം മാർച്ചിലോട്ട് മാറി അല്ലേ. ഓരോ വർഷം തോറും 15 ദിവസം പുറകോട്ട് പോകും. അത് അവരെന്തുകൊണ്ടാണ് ചാന്ദ്രമാസം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അവര് സൂര്യമാസം ഫോളോ ചെയ്യാണ് കൃത്യം ആ 30 ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫെബ്രുവരി 28 ദിവസമാക്കി. പിന്നെ എന്താണ്, നമ്മള് ചില മാസങ്ങൾ 31 ആക്കിയിട്ടാണ് ഈ 365 ദിവസം എന്നുള്ളത് ക്രമീകരിക്കുന്നത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ട്. അതുപോലെ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 മാസാക്കുന്നൊക്കെ ഈ അഡ്ജസ്റ്റ്മെന്റിലാണ് വരുന്നത്. സൂര്യമാസത്തിൽ. ചന്ദ്രമാസത്തിലെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മാസവും 3 ദിവസത്തെ കുറവ്. അപ്പൊ 12, 3 എത്രയാണ്? 36 അല്ലെ. 36 ദിവസം. അങ്ങനെ സോറി, അങ്ങനെയല്ല മാതാജി. ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് കണക്കിന് 27 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1-2 ദിവസത്തെ വ്യത്യാസം. ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരും അതിന്റെ. ആ ഏറ്റക്കുറച്ചിലിൽ വരുന്ന ഇതെല്ലാം കൂടി മിച്ചം വെച്ചിരിക്കുകയാണ്. 3 വർഷം വരുമ്പോൾ ഇത് കൃത്യം ഒരു മാസത്തിനുള്ള 30 ദിവസമായി മാറും 3 വർഷം കൂട്ടുമ്പോൾ. ഈ വരുന്ന ബാലൻസ് വരുന്നത് ഈ ചന്ദ്രന്റെ ഗതിവിധിക്ക് അനുസരിച്ച് ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്ന, സൂര്യന്റെ ഒരു രാശിയിൽ ചന്ദ്രൻ 2.25 ദിവസം നിൽക്കുന്നത്. അപ്പൊ ഈ കാല് വരുന്നത്, ഈ കാലാണ്, കാലും അര മുക്കാല്, അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമല്ലോ. അപ്പൊ നമുക്കിപ്പം മേടരാശിയിൽ അശ്വതി ഫുള്ളായിട്ട്, ഭരണി ഫുള്ളായിട്ട്, പിന്നെ അടുത്ത് എന്താണ്, കാർത്തികയുടെ കാലാണ്. പിന്നെ ഇടവം വരുമ്പോഴത്തേനും പിന്നെ ഈ കാലിന്റെ ബാക്കി എന്താണ്, മുക്കാലാണ് ഇടവത്തിൽ തുടങ്ങുന്നത്. കാർത്തിക മുക്കാൽ എവിടെയാണ് കിടക്കുന്നത്? ഇടവം രാശിയിലാണ് കിടക്കുന്നത്.
അപ്പൊ അങ്ങനെ വരുന്ന ഈ ഒരു കറക്ഷൻ ഈ കുറച്ച് കാലും അരയും മുക്കാലും എല്ലാം കൂടെ കൂടി ഈ 3 വർഷത്തെയും കൂടെ കൂടി എടുത്തു കഴിയുമ്പോൾ ഒരു 30 ദിവസമാകും. ഈ 30 ദിവസം എന്ത് ചെയ്യും? അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂര്യന്റെ ഈ കലണ്ടറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവരൊരു അതിമാസമാക്കിയിട്ട് അങ്ങ് വെക്കും വൈഷ്ണവര്. അങ്ങനെ ഈ അതിമാസമാണ് പുരുഷോത്തമ മാസം. ആ അതിമാസത്തിന്റെ ഒരുപാട് കഥയുണ്ട്. ദ്രൗപദിക്ക് ഇങ്ങനെ 5 ഭർത്താക്കന്മാരെ കിട്ടിയതൊക്കെ പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത് കൊണ്ടാണ്. ഇത് എന്താണ് ഈ മോശം മാസമാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ്. പുരുഷോത്തമ മാസം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന നവംബർ ഡിസംബർ ആ സമയങ്ങളിൽ പുരുഷോത്തമ മാസം വരും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവ പുരുഷോത്തമ മാസം വരുമ്പോ മാതാജിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി. എങ്ങനെ ഈ 12 മാസങ്ങളുള്ള ഇതില് ഒരു മാസം ഇടയ്ക്ക് കയറിയെന്ന് തോന്നുന്നു. അതിലുള്ള ഏകാദശി ഭയങ്കര പ്രാധാന്യമാണ്. പുരുഷോത്തമ മാസത്തിൽ പ്രത്യേക മന്ത്രമുണ്ട് നമുക്ക് ജപിക്കാനുള്ള. മാതാജി ഇതുവരെ പുരുഷോത്തമ മാസം ഇവിടെ രുദ്രായിലിരുന്ന് ആഘോഷിച്ചിട്ടില്ല ഇത്രയും ഇല്ല വർഷമായിട്ടും. ഇല്ല പുരുഷോത്തമ ഇല്ല മാസം ഇല്ല ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ഇപ്പൊ ഇനി വരാൻ പോകുന്ന 3-മത്തെയോ കണ്ട് പുരുഷോത്തമ മാസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ വരാൻ പോകുന്നത് ഇത് അറിഞ്ഞേ പിന്നെ, ഈ പുരുഷോത്തമ മാസം ഉണ്ടെന്ന് അറിഞ്ഞേ പിന്നെ. അതിന് മുൻപേ നമ്മൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതാണ് പുരുഷോത്തമ മാസത്തിന്റെ പ്രത്യേകത. നമ്മളുടെ ഈ ഇതിലൊന്നും ഭാഗവത്തിലൊന്നും പറയുന്നില്ല പുരുഷോത്തമ മാസത്തിലാണ് ഈ പറയുന്ന ഇത് നടന്നതെന്ന്. പക്ഷെ ഒരു ആചാര്യന്റെ ലെക്ചറിലാണ് ഞാനത് കേട്ടത്. അമരേന്ദ്രദാസ് പ്രഭുവിന്റെ ലെക്ചറിലാണ് കേട്ടത്. പുരുഷോത്തമ മാസത്തിൽ ഈ മാസങ്ങളിലൊന്നും വരുന്ന മാസം ആയിരിക്കില്ല. അപ്പൊ അതിമാസത്തിൽ തന്നെയാണ് അത് സംഭവിച്ചെന്നത്. അതിമാസത്തിൽ ഈ അധികമായിട്ട് വരുന്ന 30 ദിവസങ്ങൾ ചേർത്തിണക്കി ഒരു മാസം ഉണ്ടാക്കി. ആ മാസത്തിലാണ് എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന നരസിംഹ അവതാരം നടന്നത് എന്ന്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പുരുഷോത്തമ മാസത്തില്. ദ്രൗപദി 5 പ്രാവശ്യം മഹാദേവനോട് എനിക്കൊരു ഭർത്താവ് വേണമെന്ന് പറഞ്ഞ് 5 പ്രാവശ്യം കേട്ടില്ല എന്ന് വെച്ച് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ 5 ഭർത്താക്കന്മാര്, ദ്രൗപദി അല്ല വേറെ പേരിലായിരുന്നു. പുരുഷോത്തമ മാസത്തെ അപമാനിച്ചു. അങ്ങനെ ദുർവാസാവിന്റെ ശാപം കിട്ടുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കഥയൊക്കെ പുരുഷോത്തമ മാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്രൗപദിയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഭഗവാൻ പുരുഷോത്തമ മാസത്തിന്റെ അതിദേവതയ്ക്ക് അനുഗ്രഹം കൊടുത്തു, എന്റെ പേരിൽ ഇത് അറിയപ്പെടട്ടെ എന്ന്. അതിമാസത്തെ എല്ലാവരും ഉപേക്ഷിച്ചു. അതിമാസത്തിൽ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും രാഹുകാലം എന്നൊക്കെ പറയുന്ന പോലെ മോശമാണ്. അപ്പൊ ഈ അതിമാസത്തിന്റെ ദേവത ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആര് പുരുഷോത്തമനായിട്ടുള്ള എന്നെ ഉപാസിക്കുന്നോ ആ മാസത്തിൽ എന്ത് ചെയ്യുന്നോ വൈഷ്ണവരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് വളരെ നല്ല മാസവും, എന്നാൽ മറ്റുള്ളവരെ എന്നെ ഉപാസിക്കാത്തവർക്ക് അത് വളരെ മോശമായിട്ട് തീരും എന്നുള്ള ഇതൊക്കെ കൊടുത്തത് ആ സമയത്താണ്. മറ്റുള്ളവർക്ക് അത് ഭയങ്കര മോശവും, എന്നാൽ വൈഷ്ണവർക്ക് പൂർണ്ണമായിട്ടും പുരുഷോത്തമ മാസ വ്രതം എടുക്കുന്നവർക്ക് അത് വളരെ നല്ല മാസവുമാണ്. ഹരേ കൃഷ്ണ. ഞാൻ ഒന്നുകൂടെ നോക്കാം കൃത്യമായിട്ട് അതിന്റെ കണക്ക് എങ്ങനെയാ പുരുഷോത്തമ മാസത്തിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ കിട്ടുമ്പോൾ പറയാം. കൃത്യമായിട്ട് ആരുടെയോ ക്ലാസ്സിൽ ഞാനത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ 2.25, പിന്നെ അടുത്തതിൽ തുടങ്ങുന്ന 3/4, ബാക്കി അങ്ങനെ 2.25 വെച്ചിട്ടാണ് ഒരു രാശിയിൽ കൂടെ പോരുന്നത്. അങ്ങനെ 12, 2.5 അല്ല 2.25 × 12 വരുമ്പോൾ ഇത്ര വരുന്നു. ഇപ്പൊ ബാക്കി 30 ആകാനായിട്ട് ഇത്രയും. അങ്ങനെ ആ ഒരു രീതിയിൽ ഒക്കെയാണ് വരുന്നത്. അങ്ങനെയാണ് 30 ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെ അതിനകത്തുകൊണ്ട് 2 ഏകാദശി. ആ 2 ഏകാദശി നമ്മൾ ഈ 24 ഏകാദശിയാണ് നോർമലി ഉള്ള വർഷങ്ങളിലെല്ലാം. ഇവിടെ വരുമ്പോൾ 2 ഏകാദശി കൊണ്ട് 26 ഏകാദശിയാണ് പുരുഷോത്തമ മാസമുള്ള വർഷത്തിൽ വരുന്നത്. 26 ഏകാദശി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം കൃഷ്ണമാരി മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഹരേ കൃഷ്ണ. അപർണ മാതാജിക്കോ? മനസ്സിലായ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഒരുപാട് കഥാപാത്രങ്ങളായതുകൊണ്ട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു പോകുമ്പോ റിപ്പീറ്റ് ഉണ്ടല്ലോ, കുറച്ചൊക്കെ റിപ്പീറ്റ് ഉണ്ടല്ലോ മുമ്പത്തെ റിപ്പീറ്റ് വരുമ്പോ ഒന്നുകൂടെ അത് മനസ്സിലാകും കൂടുതൽ അല്ലേ? ഓക്കെ. ശോഭന മാതാജി ഭക്തിശാസ്ത്രി കിടക്കുന്നതാണ്. ഞാൻ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല.
ഹരേ കൃഷ്ണ. ഇല്ല 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 ഓക്കെ. അത്രയൊന്നും ആയിട്ടില്ല പ്രഭു ഞാൻ. ആ ഓക്കെ. അപ്പം മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? 26 ഏകാദശി പ്രഭു, 24 ഏകാദശിയിലുള്ളോ? അത് ഈ പുരുഷോത്തമ മാസത്തിൽ 26 എന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല പ്രഭു, 26 ഏകാദശി ഉണ്ടാ, 24 ഏകാദശിയിലുള്ളോ? ഒരു വർഷത്തിൽ അങ്ങനെയാണ്. ഈ അതല്ല, ആ ശരി പുരുഷോത്തമ ശരി. മാസം വരുമ്പോ 26 ഉണ്ട് മാതാജി. 2 ഏകാദശിയും കൂടെ ആ അഡീഷണൽ ഉണ്ട്. ആ ശരി. വരും ഞാൻ നോക്കട്ടെ, വരുമല്ലേ? ആ ഇപ്രാവശ്യത്തെ കലണ്ടർ നോക്കട്ടെ, ഇപ്രാവശ്യം പുരുഷോത്തമ മാസം ആണോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കൃത്യമായിട്ട്. ആ ഉം. ശരി. ആ എന്നാൽ നമ്മളുടെ എന്താ പറയുക, ശശികല മാതാജി എന്നാൽ മൊത്തത്തിലൊരു സമ്മറി ഷോർട്ടാക്കി എന്ന് പറഞ്ഞേക്കാം. ഹരീഷ് പ്രഭു, ഹരേ കൃഷ്ണ. നമ്മള് ആദ്യത്തെ 1.419 പറയുന്നുണ്ട് മഹാരാജ് പരീക്ഷിത്തിന്റെ ജനനവും ആക്ടിവിറ്റീസും വളരെ വണ്ടർഫുൾ ആയിരുന്നു. കാരണം ജനനം വണ്ടർഫുൾ എന്ന് പറയാൻ കാരണം അദ്ദേഹം പെട്ട ആളാണ് പരീക്ഷിത്ത്. അതുപോലെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്, അദ്ദേഹം വളരെ ധർമ്മനിരതനായിരുന്നു. ജനങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അതുപോലെ ആത്മീയമായും ജനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ജനങ്ങളെ പുത്രരെ പോലെ അദ്ദേഹം നോക്കിയിരുന്നു. അതുപോലെ കലി ഒരിക്കലും അവിടെ ബാധിക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. പിന്നെ അതുപോലെ ഗോഹത്യ, അദ്ദേഹം ജനങ്ങളെ എല്ലാ ജീവാത്മാക്കളെ ഒരുപോലെയാണ് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. മൃഗങ്ങളെ പോലും അദ്ദേഹം ഒരു ഹിംസ അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ മരണവും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം അന്ത്യകാലത്ത് അദ്ദേഹത്തിന് 7 ദിവസം മാത്രമേ ഇനിയും മരണത്തിന് ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഗംഗാതീരത്തിൽ പോയിരുന്ന് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളൊക്കെ കേട്ട് ആഹാരം കഴിക്കാതെ ജലപാനം പോലും ചെയ്യാതെ ഉറങ്ങുകയും ചെയ്യാതെ അദ്ദേഹം 7 ദിവസം വിനിയോഗിച്ചു. അപ്പൊ അദ്ദേഹം അതിലൂടെ ജനങ്ങൾക്ക് ഒരു ഇതാണ് ഒരു മോഡലാണ് കാണിച്ചു കൊടുത്തത്, എങ്ങനെ നമുക്ക് കൃഷ്ണാബോധം നമ്മുടെ മരണസമയത്ത് നമുക്ക് അത് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മുടെ നമ്മുടെ നെക്സ്റ്റ് ലൈഫിലേക്കുള്ള ഒരു നെക്സ്റ്റ് ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഈ ജന്മത്തിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ ജന്മം നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ മുന്നേറേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്ത 11 12 ശ്ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രോസ്പെരിറ്റി, ഐശ്വര്യം എങ്ങനെയായിരുന്നു പറയുന്നുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും ഉള്ള രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യം. വളരെ ശാന്തമായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ലാസ്റ്റ് സമയത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ടാണ് വിനിയോഗിച്ചത്. കാരണം ഒരു നല്ലൊരു രാജാവ് എന്ന് പറയുന്ന ആൾ ഒരിക്കലും സെൽഫിഷ് ആയിരിക്കില്ല. കാരണം അദ്ദേഹം സ്വന്തം താല്പര്യങ്ങളല്ല ഒരിക്കലും നോക്കുന്നത്, അതിന് പകരം ജനങ്ങളുടെ സന്തോഷവും തൃപ്തിയുമാണ് അവരെ എപ്പോഴും നോക്കുന്നത്. അദ്ദേഹം അതിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. പിന്നെ മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം. കാരണം ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നേറാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. കാരണം ഭൗതികമായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളത് മരിക്കുന്നു, നമുക്ക് നമ്മുടെ മരണശേഷം അതെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ഭൗതികമായ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും, നമ്മുടെ റിലേഷൻസ് എല്ലാം നമ്മുടെ മരണത്തോടുകൂടി അത് നഷ്ടമാവും. പക്ഷേ ആത്മീയമായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ പുരോഗതിയും നമുക്ക് നെക്സ്റ്റ് ലൈഫിലേക്ക് നമുക്കത് വളരെയധികം, ഈ ജന്മം നമ്മൾ എവിടെയോ നിർത്തിവെക്കുന്ന ഭക്തസേന എവിടെ നിർത്തുന്നോ അത് അടുത്ത ജന്മത്തിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഭക്തരുടെ ഒരു കുടുംബത്തിൽ നമുക്ക് ജനിക്കുവാനും സാധിക്കും. അതാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മുടെ കൃഷ്ണാബോധം കൊണ്ടുള്ള നമ്മുടെ മേന്മ എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മാതൃകാ രാജാവായിരുന്നു. എല്ലാ ലിവിങ് എൻറ്റിറ്റീസിനെയും, മൃഗങ്ങളോടും മൃഗഹത്യ നിർബന്ധമായിട്ടും അദ്ദേഹം തടഞ്ഞു. അതുപോലെ തന്നെ ഒരു രാജാവിന്റെ കടമ എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളെയും സന്തോഷമായിട്ട് നോക്കുക. അത് മൃഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭഗവാന്റെ ഡിവോട്ടി ആയിരിക്കണം, ഒരു ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പല നല്ല നല്ല ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം. അതെല്ലാം തികഞ്ഞ ഒരാളായിരുന്നു പരീക്ഷിത്ത്. പിന്നെ പറയുന്നത് അദ്ദേഹം എല്ലാ ജീവജാലം കൊണ്ടും വളരെ കമ്പാഷനേറ്റ് ആയിരുന്നു, ദയാലുവായിരുന്നു. അതിന് ഉദാഹരണമാണ് മൃഗ ഹത്യ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് രാജാവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ താല്പര്യം എന്താണോ അതായിരിക്കണം ഒരു രാജാവിന്റെയും താല്പര്യം. ഭഗവാന്റെ താല്പര്യം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണം എന്നുള്ളതാണ് ഭഗവാന്റെ താല്പര്യം. അതുകൊണ്ട് രാജാവും അതിനുവേണ്ടി ജനങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ആത്മീയമായിട്ട് മുന്നേറാനും ജനങ്ങൾക്ക് സഹായിക്കണം.
അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് നശ്വരമാണ്. അതുകൊണ്ട് ഈ ജന്മത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് ലൈഫിലേക്കുള്ള നമ്മളെ ബെറ്റർ ആക്കാൻ ശ്രമിക്കണം. അത് നമ്മൾ ശ്രീമദ് ഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി പരിശീലിച്ച് ചെയ്തപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി വളരെ നല്ലതായിട്ട് അതിന്റെ ഭാവാർത്ഥത്തിൽ നിന്ന് സുമാരി പറഞ്ഞു. ഞാൻ ഭാവാർത്ഥത്തിലെ കൂടുതൽ പറഞ്ഞില്ല, പക്ഷെ മാതാജി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥത്തിൽ പറഞ്ഞു. മാതാജി ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാതാജി റിപ്പീറ്റ് അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 4 ശ്ലോകങ്ങളുടെ അന്തഃസത്ത എന്താണെന്ന് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അതുപോലെ നരസിംഹ ഭഗവാന്റെ കൃപ എല്ലാവിധ നമ്മളുടെ ഈ ആധ്യാത്മിക ജീവിതത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങളെയും നരസിംഹ ഭഗവാൻ അദ്ദേഹത്തിന്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് അദ്ദേഹം ചീന്തി മാറ്റട്ടെ. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തില് എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട് നമുക്ക് 3 പ്രാവശ്യം ഭഗവാന്റെ ഉഗ്രം വീരം മഹാവിഷ്ണു എന്നുള്ള മന്ത്രം ജപിക്കാം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ. जय जय नरसिंह. जय प्रहलादेश. जय पद्ममुख विनाश नरसिंह भगवान की जय. भक्त प्रहलाद महाराज की जय. गुरुदेव महाराज की जय. श्री प्रभुपाद की जय. परमानंदे हरि हरि बोल. वंचाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. आनंद कोटि वैष्णव की जय.